ഇതൊരു പ്രമേയ പ്രഭാഷണമല്ല, ഇത് വിജ്ഞാനത്തിന്റെ വിളംബരവുമല്ല. ഇത് ഇഷ്കിന്റെ താളഭംഗിയിലുള്ള മഹബത്തിന്റെ പുഴയിൽ ഒരു തുള്ളിയായി ചേർന്ന് സ്നേഹത്തിന്റെ തലസ്ഥാന നഗരിയായ മദീനയിൽ സലാത്ത് കൊണ്ട് തലതല്ലി തകരാൻ ശ്രമിക്കുന്ന ആധ്യാത്മിക ഉല്ലാസയാത്രയാ, ഹൃദയത്തിന്റെ തീർത്ഥയാത്രയാ. ഇത് അഷ്റഫുൽ ഖൽഖിന്റെ കാൽപാദത്തിലേക്കുള്ള മിഅ്റാജാ. ഇത് മദീനയിലേക്കുള്ള ഇസ്റാ. നമ്മുടെ ഇസ്റാവും നമ്മുടെ മിഅ്റാജും അത് ബൈത്തുൽ മുഖദ്ദസും ആകാശവുമല്ല, അത് പുണ്യനബിയുടെ റൗളയും അവിടുത്തെ കിടപ്പാടുമാണ്. അതിനുവേണ്ടി നിങ്ങളെ മാടി വിളിച്ചതാണ്. ക്ഷണം സ്വീകരിച്ച് വന്ന മുഴുവൻ ആളുകൾക്കും ഈ ഇരുത്തം പടച്ചോന്റെ പൊരുത്തത്തിനുള്ള നിമിത്തമായി സ്വീകരിക്കട്ടെ. ഈ ഓരോ സെക്കൻഡും അല്ലാഹു ഹബീബിന്റെ ജിവാറിൽ കുടുംബസമേതം സംഗമിക്കാൻ സബബായി സന്തോഷത്തോടെ ഈ രാവ് നമുക്ക് അനുഗ്രഹമാക്കി തരട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥനയ്ക്ക് പ്രേരിപ്പിച്ചവരാണ്. മാരക രോഗികൾ പോലും സാസിലിരിക്കുന്നുണ്ട്. കടം കൊണ്ട് വലഞ്ഞവരുണ്ട്. പല പല ആവശ്യങ്ങളും പറഞ്ഞ് നീറുന്ന പുകയുന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് കെഞ്ചിയവരാണ്. ആണുങ്ങളുടെ കൂട്ടത്തിൽ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ അനവധി ആളുകൾ നിരവധി ഉദ്ദേശങ്ങളുള്ളവരാണ്. എല്ലാം അറിയുന്ന അള്ളാഹു ഈ മഹാന്മാരെ ബറക്കത്ത് കൊണ്ട്, പ്രത്യേകിച്ച് പരിശുദ്ധ പ്രമേയത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു എല്ലാം പൂർത്തിയാക്കി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട തങ്ങൾക്ക് വേറെ പരിപാടിയിൽ 9:30 എത്താണ്ട് ഞാൻ നേരത്തെ പോകാൻ പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് നമ്മള് ഇവിടെ വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്. ഹക്കീം വൈലിയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇർസാലി വാഫി, പല വലിയ പണ്ഡിതന്മാരുണ്ട്. അവരൊക്കെ പ്രസംഗിക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ ആരും പാണ്ഡിത്യത്തിന്റെ പട്ടം കെട്ടി വന്നവരല്ല. എല്ലാരും ഇവിടെ മദ്രസയിലെ വിദ്യാർത്ഥികളെ പോലെയാണ് പണ്ഡിതന്മാരിയ്ക്കുന്നത്. അത് എന്നെ ബഹുമാനിച്ചിട്ടല്ല, ഈ വിഷയത്തിന്റെ മഹത്വവും കൗതുകവും പരിശുദ്ധിയും പവിത്രതയും പ്രതീക്ഷയും ഉള്ളത് കൊണ്ടാണ്. അള്ളാഹു അവരുടെ വരവ്, അവരുടെ ഇരുത്തൊക്കെ അള്ളാഹു അവർക്ക് ഇൽമിലും ഖിദ്മത്തിലും ദഅവത്തിലും നേതൃത്വത്തിലൊക്കെ ഉയർച്ചക്കും സ്വീകാര്യതക്കും അള്ളാഹു ഹേതുകമായി കൊടുക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. എന്താണ് പറയേണ്ടത്, എന്താണ് തുടങ്ങേണ്ടത്, എങ്ങോട്ടാണ് പോവേണ്ടത്, ഏത് ഓരത്തേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്, എന്തെല്ലാമാണ് ഞാൻ പാടേണ്ടത്, ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊട്ട് ഒന്നും പറയാൻ പ്ലാനിട്ട് ഇരുന്നിട്ടില്ല. ഇവിടെ ഇരുന്നിട്ട് അള്ളഹാനോട് പറഞ്ഞ് ഈ സാസിൽ ആവശ്യമുള്ള എന്നെ കൊണ്ട് പറയിപ്പിക്കണമെന്ന്, വേറെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അള്ളാഹു നല്ലത് എന്നെ കൊണ്ട് പറയിപ്പിക്കട്ടെ. നല്ലവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. ഈ ഭൂമിയുടെ മുകളിൽ നമുക്ക് രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷയുള്ള ഉത്കൃഷ്ടമായ ഒരു സുഹൃതം ഏതെന്ന് ചോദിച്ചാൽ, ലളിതമായി പ്രമാണം പരിശോധിച്ച ഒരു അന്വേഷകനായ മുത്തഅല്ലിം എന്ന നിലയിൽ ഒരു ശങ്കക്കും വഴിയില്ലാതെ ഉറപ്പിച്ച് തറപ്പിച്ച് അസന്നിഗ്ധമായ ആവർത്തിച്ച് പരസ്യമായി പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒറ്റ വിഷയം, അത് ഹുബ്ബുർ റസൂലിൽ മുസ്തഫ മുഹമ്മദ്. അത് മദ്ഹുർ റസൂലിൽ മുസ്തഫ, അത് ഇശ്ഖുർ റസൂലിൽ മുസ്തഫ, അത് ശൗഖുർ റസൂലിൽ മുസ്തഫ. സ്വഹാബാക്കളിൽ പലരും മദീനയിൽ ഇശാ നിസ്കാരാനന്തരം മുത്തനബിയുടെ മുഖം കണ്ട് കരയും. കാരണം ഇനി സുബഹിക്കല്ലേ കാണാൻ കഴിയുകയുള്ളൂ. 4-5 മണിക്കൂർ ഉറങ്ങുകയാണ്, പക്ഷേ എങ്ങനെയാണ് കാണാതിരിക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് ഇശാക്ക് കരഞ്ഞുകൊണ്ട് തുടച്ച കണ്ണ് കലങ്ങിയിട്ടാണ് വീട്ടിലെത്തുക. എന്നിട്ട് വീട്ടിൽ കിടക്കുന്ന സമയത്ത് പലരും പറയുകയാണ്, വഹുവ അസ്ലീ യഹിന്നു ഖൽബി ഇലാ ലിഖാഇഹി.
എന്റെ തറവാടും എന്റെ പിതാവും എന്റെ അസ്തിത്വവും എന്റെ അടിസ്ഥാനവും എന്റെ അഡ്രസ്സും എന്റെ മേൽവിലാസവും എന്റെ ഹൃദയം ത്രസിക്കുന്നതും പുന്നാരപ്പുമാനായ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയിലേക്കാണ്. ദമീ വദമീ മിദാദുൻ ഫീ മദാഇഹിക യാ റസൂലല്ലാഹ്. ആരോഗ്യമുള്ള കാലം അവിടത്തെ പ്രകീർത്തിക്കണം നബിയേ. രക്തം പ്രസരിക്കുന്ന കാലം അവിടത്തേക്ക് വേണ്ടി ശബ്ദം വിനിയോഗിക്കണം തങ്ങളോ. രക്തമോടുന്ന കാലം വിയർപ്പ് ശരീരത്തിൽ നിന്ന് ഉറ്റുന്ന ജീവനുള്ള കാലത്തോളം ഒറ്റ മോഹമേയുള്ളൂ, പാതിരാവുകൾ അങ്ങയെക്കുറിച്ച് പ്രശംസിച്ചും പാടിയും ഗദ്യമായും പദ്യമായും സ്റ്റേജിലും മറ്റൊക്കും കൂട്ടമായും പറയണം, ചൊല്ലണം, പാടണം, കരയണം. ودمعي مداد في مدائحك يا رسول الله. النبي صلوا عليه صلوات الله عليه وينال البركة كل من صلى عليه وينال البركة كل من صلى عليه. الله 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 الله. പുത്തൻതെരുവിൽ നിന്ന് പുത്തനുണർവോടുകൂടി ഈ ഹൂറിയ ഓഡിറ്റോറിയത്തിൽ നിന്ന് പരലോക സ്വർഗീയ ഹൂറില്ലീങ്ങളെ കിട്ടാനും അള്ളാന്റെ ഹബീബിന്റെ ജിവാറിൽ പട്ടണത്തിനും കൊട്ടാരത്തിനും വേണ്ടി ആവശ്യങ്ങൾ നിറവേറപ്പെടാൻ, വ്യാധികളോട് വിട പറയാൻ, ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്നൊളിച്ചോടാൻ, പ്രാരാബ്ധങ്ങൾ ഇറക്കി വെക്കാൻ, സങ്കീർണതയിൽ നിന്ന് ആശ്വാസത്തിന്റെ കുളിർക്കാറ്റിന്റെ ഉദ്യാനത്തിലേക്ക് വഴിമാറാൻ, കടക്കണിയിൽ നിന്ന് മോചിതരാകാൻ, മാരണങ്ങളിൽ നിന്ന് സലാമത്താകാൻ, മാരക രോഗങ്ങളോട് വിട പറയാൻ, മാറാവ്യാധികളുടെ കരാള ഹസ്തങ്ങളിൽ കിടന്ന് പടയുന്ന സമുദായമേ സടകുടഞ്ഞെഴുന്നേൽക്കാൻ മനസ്സ് മദീനയിലേക്കൊന്ന് തുറക്കുമോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. പടച്ചവനെ നീ കബൂലാക്കണേ അല്ലാഹ്. മുസ്തഫ നബിയുടെ ഓരത്തിരിക്കുമ്പോൾ 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാതിരാവിൽ കൊച്ചുകുട്ടിയെ പോലെ എന്തിനാണ് കണ്ണീര് വരുന്നത് എന്നറിയില്ല. തുടച്ചിട്ടും കവളത്തിൽ നിന്ന് കണ്ണിനീരിന്തനവും മാറാതിരിക്കുമ്പോൾ അറിയാതെ കുശലമായി പ്രണയത്തിന്റെ സാഗരത്തിൽ മുങ്ങിയിട്ട് പറഞ്ഞുപോയി, യാ റസൂലല്ലാഹ്, അങ്ങയെ പ്രശംസിക്കാനുള്ള ഭാഗ്യത്തിന് വേണ്ടി ഇടപെടണേ. അങ്ങയെ പ്രകീർത്തിക്കുന്ന സമയത്ത് തൊണ്ടയിടരുതേ, എന്റെ ശബ്ദത്തിന് മാറ്റം വരരുതേ, ആശയത്തിന് ദാരിദ്ര്യം വരരുതേ, ഭാഷക്ക് ബലഹീനത വരരുതേ. എന്നാണോ റൗളയിൽ പോയി കണ്ണീരിൽ ചാലിച്ച് സങ്കടം യാചിച്ചത്, അന്ന് മുതൽ ഇന്ന് വരെ ഇഷ്ഖുർ റസൂലിന്റെ യോഗത്തിലോ മീറ്റിംഗിലോ സമ്മേളനത്തിലോ, അത് ചെറുതോ വലുതോ ആകട്ടെ, എത്ര മണിക്കൂർ പകലോ രാത്രിയാകട്ടെ പ്രസംഗിച്ചാലും ഓരോ അക്ഷരങ്ങൾക്ക് കൂടെയും ആരോഗ്യം തുടിക്കുക എന്നതല്ലാതെ കുറഞ്ഞതായ ഒരു അനുഭവം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എല്ലാത്തിന്റെയും മരുന്നല്ലയോ, എല്ലാത്തിന്റെയും ഒറ്റമൂലികയല്ലയോ, എല്ലാത്തിന്റെയും സിദ്ധൌഷധമല്ലയോ, എല്ലാത്തിന്റെയും പരിചയമല്ലയോ, വിജയത്തിന്റെ രസതന്ത്രമല്ലയോ. النبي ومدحه خير العمل
وعسى الإله به يبلغه الأمل وله بنيل شفاعة طه كفل عند الإله منعما تنعيما صلوا عليه وسلموا تسليما. അള്ളാഹുവിന്റെ ഹബീബിനെ പ്രണയിക്കലും പ്രകീർത്തിക്കലും പടച്ചവൻ അംഗീകരിച്ചതിന്റെ ലക്ഷണങ്ങളാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഹുബ്ബിന് ദ്വൈതമുഖമാണുള്ളത്, അനുകരണവും അനുരാഗവുമാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ ഹുബ്ബ് മായമാണ്, അത് വ്യാജമാണ്. അല്ലെങ്കിൽ പൂർണ്ണ അർത്ഥത്തിൽ അത് ആവാതെ ഒടിഞ്ഞു മുറിയുന്നതാണ്. ഹുബ്ബിന് രണ്ട് ചിറകാണുള്ളത്. ഒന്ന് അനുകരണത്തിന്റെ ചിറകാണ്, മറ്റൊന്ന് അനുരാഗത്തിന്റെ ചിറകാണ്. അതിന്റെ തെളിവ് സ്വഹാബാക്കളാണ്. അവര് ജുനൂദുൽ മഹബ്ബയാണ്, പ്രണയത്തിന്റെ പട്ടാളമല്ലയോ. അസ്ഹാബു റസൂലില്ലാഹ് കേവലമായ അനുകരണം മാത്രമല്ല, കേവലമായ അനുസരണം മാത്രമല്ല, കേവലമായ ഇത്തിബാഴ് മാത്രമല്ല, അവരുടെ രഹസ്യ പരസ്യ സമർപ്പിച്ചുകൊണ്ട് ഈ വ്യക്തിത്വ പ്രതാപ പ്രഭാവത്തിൽ ലയിച്ചവരല്ലയോ. ഹുമുർ റിജാലു ബലാ ഹുമുൽ ജിബാലു ബലാ ഖദ്രി ഫീ ഹിമ്മത്തിൻ ബൽ സാദത് കുബ്റാ മൗലായ സല്ലി വസല്ലം. ഇത് ഇന്നൊരു ഒഴുക്കാണ്. ഇന്നത്തെ രാവ് നമുക്ക് അനുകൂലമാകണം. ദോഷങ്ങളോട് വിട പറയാൻ, സയ്യാത്തൊക്കെയും ഹസനാത്താക്കി തബ്ദീലായി കിട്ടാൻ, ഭാവിയെ പാപമുക്തമാക്കാൻ, തഖ്വയുടെ ഊർജം കിട്ടാൻ, ഹൃദയത്തിൽ ആശ്വാസം കിട്ടാൻ, റൂഹിന് ആനന്ദം കിട്ടാൻ, ഖൽബിന് തഖ്വ കിട്ടാൻ, ജീവിതത്തിൽ ഇസ്സത്ത് കിട്ടാൻ ഒറ്റപ്പെടുത്തമാണേ. വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ يوم يأتي الناس بالهجج صل رب العالمين على سيد الكونين وسرجه ومريضا أنت زائره قد أتاه الله بالفرج صل رب العالمين على سيد الكونين وسرجه. മുസ്തഫ നബി മദീനയിലെത്തിയപ്പോൾ പിച്ച വെച്ച് വളരുന്ന ഒരു കൊച്ചുമോനെ കാണുകയാണ്. പേര് ത്വൽഹത്ത് എന്നാണ്. ഈ കുട്ടിക്കൊരു പ്രത്യേകതയുണ്ട്. ദുനിയാവിൽ ആ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഉമ്മയാണ്, പിന്നെ ഉപ്പയാണ്. അവരിരുവരെയും പിരിഞ്ഞുകൊണ്ട് ആ പൊന്നുമോൻ എവിടെയും പോകാറില്ല. പക്ഷെ മദീന പള്ളിയിൽ മുത്തു മുസ്തഫ ഇരിക്കുന്നതറിഞ്ഞപ്പോൾ അന്ന് പള്ളിയില്ല. അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്ടിലാണ്. ഈ പിച്ച വെച്ച് വളരുന്ന കൊച്ചുമോനെ അള്ളാന്റെ റസൂലിന്റെ അരികിൽ വന്ന് മുസ്തഫ നബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൈയൊന്ന് നീട്ടുമോ നബിയേ. ഉബായിഉക യാ റസൂലല്ലാഹ്, ഞാനൊന്ന് ബൈഅത്ത് ചെയ്യട്ടെ, ഞാനൊന്ന് ബൈഅത്ത് ചെയ്തുകൊണ്ട് അങ്ങയെ കൊണ്ടുള്ള വിശ്വാസ പ്രഖ്യാപനം നടത്തട്ടെ. പറയാൻ പാകപ്പെട്ട കുട്ടിയല്ല, പ്രായമുള്ള കുട്ടിയല്ല, വിവേകശാലി എന്ന് മുദ്ര കുത്തപ്പെടാൻ പറ്റുന്ന പ്രായത്തിൽ കഴിയുന്നവനല്ല. പക്ഷെ റസൂലുള്ളാഹിനോട് വന്ന് കൈപിടിച്ച് പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂല് തിരിച്ചൊരു ചോദ്യമാണ്, പൊന്നുമോനെ, ഉമ്മാനെ പിരിയാത്ത മോനെ, പാപ്പാനെ പിരിയാത്ത മോനെ, എന്നിൽ ഷഹാദത്ത് അർപ്പിച്ചുകൊണ്ട് പിന്നാലെ കൂടാ നിന്റെ ഉമ്മ സമ്മതിക്കുമോ, വാപ്പ അംഗീകരിക്കുമോ? കേട്ടപാടെ പിന്നെ നിൽക്കാതെ കുട്ടി ഓടുകയാണ്. കാരണം ഉമ്മാനെ വാപ്പാനെ ഒഴിവാക്കിയിട്ടു ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാത്ത മദീനയിലെ കുട്ടിയാണ്. പിന്നെയും കുട്ടിയുടെ ഹൃദയം വെമ്പൽ കൊള്ളുകയാണ്. എങ്ങോട്ടെന്നറിയുമോ? ആരംഭ പൂവായ മുത്തു മുസ്തഫാന്റെ പ്രണയത്തിന്റെ മടിത്തട്ടിലേക്ക് കുട്ടിയുടെ ഹൃദയം ത്രസിക്കുകയാണ്. രണ്ടാമതും പൊന്നുമോൻ കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്,
കയ്യൊന്ന് നീട്ടുമോ നബിയേ, ഞാനൊന്ന് പിടിക്കട്ടെ തങ്ങളെ, ഞാനൊന്ന് ചൊല്ലട്ടെ തങ്ങള്. ഉടനടി അള്ളാന്റെ റസൂൽ പ്രതികരിച്ചു, പൊന്നുമോനെ, ഉമ്മ അറിയുമോ വാപ്പ അറിയുമോ നീ ഇങ്ങോട്ട് വന്നത്? കുട്ടി പിന്നെയും ഓടുകയാണ്. മൂന്നാമത് വന്നുകൊണ്ട് ഉമ്മാന്റെ വാപ്പാന്റെ വർത്തമാനം കേൾക്കാതെ റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊച്ചുമോൻ പ്രഖ്യാപിക്കുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ കുട്ടിക്ക് കൂടുതൽ പ്രായമായില്ല, അനുരാഗം രോഗമായി, രോഗശയ്യയിൽ കുട്ടി കിടക്കുകയാണ്. പേര് ത്വൽഹത്ത് എന്നാണ്. രോഗവിവരം അറിഞ്ഞ് അള്ളാന്റെ റസൂല് സന്ദർശിക്കാൻ പോയതാണ്. അപ്പോഴേക്ക് വാപ്പയും ഉമ്മയൊക്കെ മുസ്ലിമീങ്ങളായിട്ടുണ്ട്. കുടുംബാന്തരീക്ഷം ഇസ്ലാമിൽ തന്നെയാണ്. ഗൃഹാന്തരീക്ഷത്തിൽ ഈമാനിന്റെ തുടിപ്പാണ്. ത്വൽഹത്ത് റളിയല്ലാഹു തആല അൻഹു ചെറിയ മോനാണ്. അനുരാഗം കത്തിക്കയറിയിട്ട് രോഗശയ്യയിൽ കിടക്കുന്ന ത്വൽഹത്തിനെ റസൂലുള്ള സന്ദർശിക്കുകയാണ്. അപ്പോൾ ത്വൽഹത്ത് ഉറങ്ങുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വീട്ടുകാരോട്, ഇത് ത്വൽഹത്തിന്റെ ദുനിയാവിലെ അവസാനത്തെ ഉറക്കമാണ്. ത്വൽഹത്ത് ഉണർന്നാൽ എന്നെ വിളിക്കണേ. മഹബൂബും മഅശൂഖുമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറയുകയാണ്, തിരിച്ചു വന്നോ ഓ ചെറുപ്പക്കാരെ, ഇതാണ് പ്രണയത്തിന്റെ സാക്ഷാത്കാരം. ത്വൽഹത്ത് എന്ന പൊന്നുമോന് വീട്ടിൽ നിന്ന് ഉണരുകയാണ്. ഉണർന്ന ഉടനെ ചോദിക്കുന്നു, ആരും പറഞ്ഞിട്ടില്ല, പറയാതെ ചോദിക്കുകയാണ്, ഉമ്മ ഞാൻ റസൂലുള്ളാഹിനെ മടക്കുന്നു ഉമ്മ. മുസ്തഫായ നബി വീട്ടിൽ വന്നിരുന്നോ? ഉമ്മയും ഉപ്പയും പറഞ്ഞു, മോനെ ഉറങ്ങുന്ന സമയത്ത് അള്ളാന്റെ റസൂല് വന്നിരുന്നു. എന്താണ് പറഞ്ഞത് ഉമ്മ? ഉണർന്നാൽ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്ക് ഇരുട്ടുകൂടിയിട്ടുണ്ട്. കാണാൻ അങ്ങേയറ്റം ആഗ്രഹമുണ്ട്. റസൂലുള്ളാഹിനെ പ്രണയിച്ച് തളർന്ന മേനിയല്ലേ, പക്ഷേ പ്രണയത്തിന്റെ ആധിക്യം കൊണ്ട് പറഞ്ഞു പോയി, വാപ്പാ ഉമ്മ ഈ രാത്രിയിൽ റസൂലുള്ളാഹിനെ വിളിക്കണ്ട. അല്ലാഹുവിന്റെ റസൂൽ എങ്ങാനും എന്റെ വീട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇരുട്ടല്ലേ, അറിയാതെ റസൂലുള്ളാഹിന്റെ കാലിൽ ഇരുട്ടത്തൊരു മുള്ള് തറച്ചാൽ, ഒരു കല്ല് കുത്തിയാൽ, അല്ലെങ്കിൽ മുനാഫിഖീങ്ങളോ യഹൂദികളോ റസൂലുള്ളാഹിനെ മറഞ്ഞിരുന്ന് കളിയാക്കിയാൽ, അല്ലെങ്കിൽ ഒന്ന് ആക്രമിച്ചാൽ എനിക്ക് സഹിക്കാൻ കഴിയൂല. അതുകൊണ്ട് രാത്രിയിൽ വിളിക്കേണ്ട ഉമ്മ. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു അങ്ങനെ അങ്ങ് വിട പറയുകയാണ്. ത്വൽഹത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ വിയോഗം അറിഞ്ഞ് പ്രഭാതത്തിൽ തന്നെ ആ വീട്ടിലേക്ക് നിറകണ്ണുകളോട് ഐനുർ റഹ്മത്തായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം കടന്നു വരികയാണ്. ത്വൽഹത്തിനെ കുറിച്ച് അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹ് എന്റെ ത്വൽഹത്ത് നിന്നെ കണ്ടുമുട്ടുമ്പോൾ തൽഹഖു ഇലൈ വയൽഹഖു ഇലൈ, നീ ത്വൽഹത്തിനോട് ചിരിക്കണം റബ്ബേ, ത്വൽഹത്ത് നിന്നോടും ചിരിക്കണം റബ്ബേ. അല്ലാഹുവിനോട് ചിരിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് റസൂലുള്ളാഹി ത്വൽഹത്തിന് വേണ്ടി ദുആ ചെയ്തത്. കാരണം കേവലമായ ഇത്തിബാ മാത്രമല്ല, ത്വൽഹത്തിന്റെ ഹൃത്തടത്തിൽ നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പിയിരുന്ന പ്രണയോ മദനി രാജാവിനോടുള്ള ഇഷ്കാണ് മോനെ.
മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫറദുൻ അലൽ ഉമമി മൗലായ സല്ലി വസല്ലം. ജീവൻ കൊടുത്ത സഹാബാക്കൾക്ക് മുമ്പിൽ, സമയം കൊടുത്ത സഹാബാക്കൾക്ക് മുമ്പിൽ, സമ്പത്ത് മുഴുവനും സമർപ്പിച്ച താബീങ്ങൾക്കും ഇമാമിങ്ങൾക്ക് മുമ്പിൽ ജീവിതം മുഴുവനും പ്രണയത്തിന്റെ സുന്നത്തിന് വേണ്ടി മാറ്റിവെച്ച ഇമാം ബുഖാരിയെ പോലെയുള്ള മുഹദ്ദിസുകൾക്ക് മുമ്പിൽ ഒരു രാവെങ്കിലും, ഒരു പകലെങ്കിലും, ഒരു മാസമെങ്കിലും മുത്ത് മുസ്തഫാന്റെ പവിത്രമായ പ്രണയവും പ്രകീർത്തനവും ജീവിതത്തിൽ കണ്ടുപിടിച്ചോ, സ്വാംശീകരിച്ചു, അനുഭവിച്ചു, ചെലവഴിച്ചു, ഇരുന്നു എന്ന് പറയാൻ ഈ സദസ് നിമിത്തമാക്കണേ അല്ലാഹുവിന്റെ റസൂലിന്റെ ആഘോഷമാണ്. അങ്ങ് പറയുക, ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടും വബിറഹ്മതിഹി, അവന്റെ റഹ്മത്ത് കൊണ്ടും. ഏതാണ് റഹ്മത്ത്? വമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽ ആലമീൻ. ഇവ രണ്ടുകൊണ്ടുമാണ് ഈ ദുനിയാവിൽ ആഘോഷിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ട പവിത്രമായ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് ഖുർആനാണ്, മറ്റൊന്ന് മുത്ത് മുസ്തഫയാണ്. ഫല്യഫറഹൂ, ആ രണ്ടുകൊണ്ടും നിങ്ങൾ സന്തോഷ പ്രകടനം നടത്തുക, ആഘോഷ പ്രകടനം നടത്തുക. ഖുർആനല്ലേ ആഘോഷ പ്രകടനം നടത്തുക എന്ന് പറഞ്ഞേ? ഞാൻ സംശയിക്കുന്നത്, പ്രമാണം ചോദിക്കുന്നത്, ദീനിനെ കുറിച്ച് ഒരു ABC അറിയാത്തവനല്ലേ? ഇത് ഖുർആനല്ലേ? ഇത് മങ്കൂസ് മൗലൂദിന്റെ ഏടിലുള്ള സൈഡിലുള്ള വാക്കല്ലല്ലോ, ഖുർആനല്ലേ? സ്നേഹിക്കുക എന്നേ പറയുള്ളൂ, രൂപം അല്ല പറയില്ല. ഭാര്യയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു, രൂപം പറഞ്ഞു. ഏതെല്ലാം മോഡലാ സ്നേഹിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അള്ളാന്റെ റസൂല് ഖദീജാവിനെ സ്നേഹിച്ച ആ പ്രകടനം, ആ ആഘോഷ പ്രകടനം, ആ സ്നേഹപ്രകടനം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ആണോ? സ്നേഹപ്രകടനത്തിൽ 1400 കൊല്ലത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമുണ്ടോ? ഇസ്ലാമിന് വിരുദ്ധമാവാത്തത് എന്തും സ്നേഹപ്രകടനമാവാം, എപ്പോഴും ആവാം, എങ്ങനെയും ആവാം. എന്താ ഇതിന് കുഴപ്പമുള്ളത്? സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ ഇപ്പോഴും ഈ സ്നേഹപ്രകടനത്തിന് രൂപഭാവം ചോദിക്കുന്നവന് വിഡ്ഢിയല്ലേ? അവന് സ്നേഹത്തിന്റെ മനഃശാസ്ത്രം വായിക്കാത്തവനല്ലേ? സ്വഹാബാക്കൾ അവരുടെ ഭാര്യമാരെ സ്നേഹിച്ചത് എങ്ങനെയാ നോക്കിയിട്ട് അങ്ങനെ തന്നെയാണോ നമ്മൾ സ്നേഹിക്കുന്നത്? അങ്ങനെയാണോ? അള്ളാന്റെ റസൂലിന്റെ കാലത്ത് നിക്കാഹ് നടന്നത് പോലെയാണോ ഇന്ന് നിക്കാഹ് നടക്കുന്നത്? രൂപം മാറും. അതിന് ചിലപ്പോ ഒരു 50 കൊല്ലത്തിന്റെ പഴക്കം ഉണ്ടാവുള്ളൂ. അതിനർത്ഥം അന്ന് നിക്കാഹ് നടന്നിട്ടില്ല എന്നല്ല. എന്നേപോലെ ചില കിതാബിലൊക്കെ ഉണ്ടാവും ഇത് ഹിജറ 300-ന് ശേഷം വന്നാണെന്ന്. ഈ രൂപത്തെ കുറിച്ചാ പറയുന്നത്, അല്ലാതെ സന്തോഷ പ്രകടനത്തിനെ കുറിച്ചോ മദീനെ കുറിച്ചോ ഒരാൾ പറയില്ല. ഈ രൂപത്തെ കുറിച്ചാണ്. നിക്കാഹിന്റെ രൂപം എന്നോട് ചോദിച്ചാൽ ഞാൻ കാലം ജസ്റ്റ് നിങ്ങളോട് പറയും, ഇത്ര കാലാണ് ഈ നിക്കാഹ് തുടങ്ങിയെന്ന് പറയും. ഇത്ര കാലം മുമ്പാണ് ഇങ്ങനെ ഖുർആൻ പഠിപ്പിക്കലെന്ന് ഞാൻ പറയും. ഇത്ര കാലം മുമ്പാണ് മുഖാമുഖം കൊണ്ട് ദഅവത്ത് നടത്തുന്നത്. ഇതൊക്കെ നമുക്ക് പറയാം. അതിന് കാലപ്പഴക്കം ചിലപ്പോൾ 40, 30, 50 ഒക്കെ ഉണ്ടാവുള്ളൂ. അതിനർത്ഥം അന്ന് ദഅവത്തില്ല, അന്ന് നിക്കാഹില്ല, അന്ന് ഖുർആൻ പഠിപ്പിക്കലില്ല എന്നല്ല, ഈ രൂപത്തിൽ ഇല്ല എന്ന് അതിന്റെ അർത്ഥം. അത്രേ ഉള്ളൂ അതിനർത്ഥം. സ്നേഹപ്രകടനത്തിന് ലിമിറ്റ് വെക്കാൻ പറ്റൂല, അതിര് വെക്കാൻ പറ്റൂല, രൂപം വെക്കാൻ പറ്റൂല, വ്യവസ്ഥ വെക്കാൻ പറ്റൂല. അതൊരു പുഴയാണ്, അപകടം വരുത്തരുത്. നബിദിനാഘോഷത്തിന്റെ പേരിൽ എല്ലാവർക്കും MDMA വിതരണം ചെയ്യാം. അത് കഴിഞ്ഞ് പോകുമ്പോ എല്ലാവർക്കും കള്ളിന്റെ കുപ്പിയും, എന്നിട്ട് ചാല് ചെറുപ്പക്കാരെ കൂട്ടിയിട്ട് ടൗസർ ഇട്ട് ചാടുക, ലാസ്റ്റ് നബിദിനെന്ന് ഓമന പേരിടുക. അവിടെ ആയിരിക്കും എന്റെ അണ്ണാക്ക് ആദ്യം ഞാൻ പൊട്ടിക്കല്. കാരണം അത് ശരീഅത്തിന് വിരുദ്ധമാണ്. അല്ലാത്ത എന്തു ആവാലോ. സ്നേഹപ്രകടനത്തിൽ ഇന്ന രൂപത്തിൽ എന്ന് പറഞ്ഞാൽ അത് സ്നേഹപ്രകടനാവോ? ഫല്യഫറഹു, അള്ളയാണ് അനുമതി നൽകിയത്. ഫല്യഫറഹു, അതിന്റെ ഇടയ്ക്കൊരു ഫബിദാലിക്കൊന്ന്, അതിന് നെഹവൊക്കെ ഒന്ന് പഠിക്കണം. അതാണ് എന്താ ഇടയ്ക്കൊരു ഫബിദാലിക്ക് വന്നത്? കിതാബ് എടുത്ത് നോക്കുക, അപ്പൊ കാണാ ഫബിദാലിക്ക എന്ന് പറയാൻ കാരണം ആഘോഷ പ്രകടനത്തിനും സ്നേഹപ്രകടനത്തിനും ഈ ദുനിയാവിൽ ഏറ്റവും ബന്ധപ്പെട്ടത് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് ഇനിയും തെളിവ് വെച്ചെടുക്കുക. എന്തായി പറയുന്നത്? ഇനിയും തെളിവ് വെച്ചെടുക്കുക. ഖുർആൻ തെളിവല്ലേ? ഖുർആൻ തെളിവല്ലേ? ഒന്നാമത്തെ തെളിവ് ഖുർആനാ. ആണ്ട് പറയുമ്പോ പറയും സഹാബാക്കൾ ഇതിനോ നിസ്കാരത്തിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഉണ്ട്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബുൻ മൗഖൂത്ത. അപ്പൊ ചോദിക്കുക ഈ ആയത്തെ അടിസ്ഥാനത്തിൽ സിദ്ദീഖുകൾ നിസ്കരിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കുക. എടോ, ഒന്നാമത്തെ പ്രമാണം ഖുർആനല്ലേ? അതങ്ങോട്ട് കിട്ടിയാ പിന്നെ മിണ്ടരുത്. പിന്നെ വേറെ തെളിവ് ചോദിക്കല. നമ്പർ 1 ഖുർആൻ പിടിച്ചോ. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫറഹു.
അർത്ഥം വെക്ക്. ഫല്യഫ്റഹു, സന്തോഷ പ്രകടനം നടത്തട്ടെ, ആഘോഷ പ്രകടനം നടത്തട്ടെ, സ്നേഹപ്രകടനം നടത്തട്ടെ, നന്ദി പ്രകടനം നടത്തട്ടെ. എന്താണോ ഫറഹ് എന്നുള്ളതിന്റെ അർത്ഥം എന്താ? സന്തോഷം എന്നല്ലേ? പിന്നെ നടത്തണ്ടെന്നാ നീ പറയാ? ഇത് ഖുർആനല്ലേ? വബിറഹ്മതിഹി, ഏതാ റഹ്മത്ത്? അങ്ങനെ കിതാബിലില്ല എന്ന് പറഞ്ഞിട്ട് ഇല്ല എന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നാൽ ജലീൽ റഹ്മാനി അന്ന് പ്രസംഗം നിർത്തും. ഒരു കിതാബിലും അങ്ങനെ ഇല്ല എന്ന് പറയും. അപ്പൊ ഞാൻ കിതാബ് എടുത്തുകൊണ്ട് വരും ഇൻഷാ അല്ലാഹ്. ഇവിടെ വാദപ്രയോഗത്തിന് വന്നല്ല. അതുകൊണ്ട് ചിന്തിക്കണേ. വബിറഹ്മതിഹി, ആ റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശ്യം പലതുമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിവക്ഷയാണ് മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വത്തഖലൈനി വൽ ഫരിഖൈനി മിൻ ഖുർബിൻ വമിൻ നജമി മൗലായ. പിന്നെ നബിദിനത്തിന് പ്രത്യേകത ഉണ്ട് എന്നുള്ള വിഷയത്തിൽ ആർക്കും തർക്കമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരാൾക്കും തർക്കമില്ല. കാരണം 52 ദിവസം ആദം നബിന്റെ ജന്മദിനാഘോഷം കൊണ്ടാടുന്നവരാണ് എല്ലാ സംഘാടകരും. 52 ദിവസം ഒരു കൊല്ലത്തിൽ 52 ദിവസം മുത്തുനബിന്റെ ജന്മദിന ബഹുമാനം കൊണ്ടാടുന്നവരാണ് കക്ഷിപക്ഷ ഭേദമന്യ വിശ്വാസികൾ മുഴുവനും. കാദിയാനികൾ മുസ്ലിമുകളായിട്ട് നമ്മൾ അംഗീകരിക്കുന്നില്ല. പക്ഷെ അവരും 52 ദിവസം ആദം നബിന്റെ ജന്മദിനം കൊണ്ടാടുന്നുണ്ട്. ഒരു 52 ദിവസം റസൂലുള്ളാഹിന്റെ ജന്മദിനം കൊണ്ടാടുന്നുണ്ട്. വെള്ളിയാഴ്ച നമ്മൾ ഒരുമിച്ച് കൂടുന്നത് എന്താ? ഫീഹി ഖുലിഖ ആദമു മുഹമ്മദ് മുസ്തഫ. വെള്ളിയാഴ്ചന്റെ പ്രത്യേകതയിൽ ഒന്ന് ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ തത്വത്തിൽ ആദം നബിന്റെ ജന്മദിനാണ് കൊണ്ടാടുന്നത്. ജന്മദിനം പാടില്ലാതെ പള്ളിയെ കയറാൻ പറ്റൂല ജുമാക്ക്. തിങ്കളാഴ്ച നോമ്പിന്റെ പ്രത്യേകത എന്താണ്? ഫീഹി ഉലിത്തു, അതിലാണ് ഞാൻ പ്രസവിക്കപ്പെട്ടത്. ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ്, അതുകൊണ്ടാ നോമ്പ്. ഒരു രൂപം പറഞ്ഞു നോമ്പ് വെക്കുക, മറ്റൊരു രൂപമാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക. അതൊക്കെ ഓരോ രൂപങ്ങളാണ്. രൂപങ്ങൾ ഏതു ആവാം, എല്ലാം കൂടി റസൂലുള്ള പറഞ്ഞുതരോ? സ്നേഹപ്രകടനത്തിന്റെ എല്ലാ രൂപങ്ങളും പറഞ്ഞാൽ തീരുവോ? രൂപങ്ങൾ ഇതൊരു രൂപമാണ്. നീ ചില ആളുകൾ ഇങ്ങനെ സംഘടിപ്പിക്കലോ, ഒറ്റക്കെട്ടിന്റെ കുറെ പാട്ടുപടിക്കാരും, അത് വേറെ രൂപമാണ്. ചില ആളുകൾക്ക് മദീനക്കാണ്ട് ഓടും, അതൊരു രൂപമാണ്. ചില ആളുകൾ മദീനത്തിന് അപ്പുറത്തേക്ക് ഓടും, അത് മറ്റൊരു രൂപമാണ്. ചില റൗലേക്ക് ഇങ്ങനെ നോക്കിക്കാരും, അത് രൂപമാണ്. ചില ആൾക്കാർ നോക്കാൻ കഴിയാതെ തലാത്തിരിക്കും, അത് മറ്റൊരു രൂപമാണ്. ഇതൊക്കെ സഹാബാക്കൾക്കുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു രൂപങ്ങളല്ലേ? അതിന് രൂപത്തിന് ലിമിറ്റ് വെക്കല. സുബ്ഹാനല്ലാഹ്, ചിന്തിക്കണേ. അതുകൊണ്ട് പ്രണയമാണ് നമ്മുടെ പ്രാണനെന്ന് മറക്കണ്ട. അള്ളാന്റെ റസൂലിനെ ഭൂമി കാത്തിരുന്നിട്ടുണ്ട്. ഇങ്ങനെ കാത്തിരുന്നൊരു പ്രവാചകൻ ഈ ഭൂമിയിൽ വേറെയില്ല. മൂസാ നബി അലൈഹിസ്സലാം വരുന്നതിന്റെ മുമ്പ് മൂസാ നബിയെ കാത്തിരുന്നിട്ടില്ല. ഈസാ അലൈഹിസ്സലാം വരുന്നതിന്റെ മുമ്പ് ഈസാ നബിയെ കാത്തിരുന്നിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരുന്നതിന്റെ മുമ്പ് ഇബ്രാഹിം നബിയെ കാത്തിരുന്നിട്ടില്ല. അമ്പിയാക്കളോ മുർസലീങ്ങളോ വരുന്നതിന്റെ മുമ്പ് അവരാരെയും ഉലകത്തിൽ ഒരാളും കാത്തിരുന്നിട്ടില്ല. എന്നാൽ മുത്തു മുസ്തഫാന്റെ വരവോ കാത്തിരുന്ന പ്രവാചകനാണ്. വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹ് മുസദ്ദിഖുൻ ലിമാ മഅഹും വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ ഫലമ്മാ ജാഅഹും ما عرفوا كفروا به فلعنة الله على الكافرين. കാത്തിരുന്ന പ്രവാചകനാണ്. ഒരു വാപ്പക്ക് മകനെ കണ്ടാൽ ഇത് എന്റെ മകനാണെന്ന് കൃത്യമായി തിരിച്ചറിയുന്നത് പോലെ 40 വയസ്സല്ല ആമിന ബീവി പ്രസവിച്ച ഉടനെ മുത്തു മുസ്തഫാനെ കണ്ടപാടെ അന്ന് മക്കയിലുള്ള യഹൂദികൾക്ക് തിരിച്ചറിഞ്ഞിരുന്നു. പല യഹൂദി പുരോഹിതന്മാരും ആമിന ഉമ്മ പ്രസവിച്ചു എന്ന് കേട്ടപ്പോ മലമുകളിൽ നിന്നും കുടിലുകളിൽ നിന്നും പർണശാലകളിൽ നിന്നോ ഇറങ്ങി വന്നിട്ട് ആമിന ഉമ്മ പ്രസവിച്ച പൊന്നുമോനെ കണ്ട് അവിടത്തെ ചുമല് നോക്കിയിട്ട് ബോധം കെട്ട് വീണ പാതിരിമാരുണ്ടേ, പണ്ഡിതന്മാരുണ്ടേ. ആ
ആധ്യാത്മിക വിജ്ഞാനമുള്ളവരുണ്ട്. കാരണം അവർക്കൊക്കെ ഈ വരാനുള്ള മുത്ത് മുസ്തഫാനെ കൃത്യമായ അവബോധമുള്ളവരാണ്. യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. ഒരു വാപ്പയ്ക്ക് മക്കളെ അറിയുന്നത് പോലെ 40 വയസ്സാകണ്ട ആമിന ഉമ്മ പ്രസവിച്ച സമയത്തെ കുഞ്ഞുമോനെ കണ്ടപ്പോൾ ഇത് അന്ത്യമുത്താണ് എന്ന് വിവരമുള്ള മുഴുവൻ ആളുകൾക്കും കൃത്യമായിരുന്നു. പക്ഷെ സംഭവിച്ചത് എന്താണ്? ഫലമ്മാ ജാഅഹും മാ അറഫൂ. അവർക്ക് കൃത്യമായ അറിവുള്ള ആള് അവരുടെ അരികിൽ വന്നപ്പോ കഫറൂ ബിഹി, അവരങ്ങ് അവിശ്വസിച്ചതാണ്. ഫലഅനത്തുല്ലാഹി അലൽ കാഫിരീൻ. കൃത്യമായി അറിഞ്ഞിട്ടും മർക്കട മുഷ്ടിയോടെ അഹങ്കാരത്തോടെ അസൂയയോടെ മാറി നിന്ന മുഴുവൻ ആളുകൾക്കും റബ്ബിന്റെ ശാപമുണ്ട്. പുൽകിയ ആളുകൾക്ക് അള്ളാന്റെ റഹ്മത്തുണ്ട്. വന്നത് തന്നെ തിങ്കളാഴ്ചയാണ് യൗമുൽ ഇസ്നൈനി. ഇസ്നൈനി 2 എന്നാണ്. കാരണം ഇത് ജസദിന്റെയും റൂഹിന്റെയും ആളാണ്. ഇത് ഇഹത്തിന്റെയും പരത്തിന്റെയും ആളാണ്. ഇത് ആണിനെയും പെണ്ണിനെയും രക്ഷപ്പെടുത്താനുള്ള ആളാണ്. ഇത് ജിന്നിനെയും ഇൻസിനെയും രക്ഷപ്പെടുത്താനുള്ള ആളാണ്. ഇത് ദുനിയാവിലും പരലോകത്തും ഇസ്സത്ത് വാങ്ങിത്തരാനുള്ള ആളാണ്. ഇത് 2 എണ്ണത്തിന്റെ ആളാണ്, 1ന്റെ ആളല്ല. മുമ്പുള്ള അമ്പിയാക്കളെല്ലാം ഒരു ഏരിയയിലേക്ക്, ഒരു ഭാഷയിലേക്ക്, ഒരു ദേശത്തേക്ക്, ഒരു വിഭാഗത്തിലേക്ക്, ഒരു ഗോത്രത്തിലേക്ക് വന്നവരാണ്. ഒരേ സമയത്ത് തന്നെ ഒരുപാട് പ്രവാചകന്മാരും ഉണ്ടായിട്ടുണ്ട്. അത് ഈസാ അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് പോലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പിന്നൊരു 600 കൊല്ലം പ്രവാചകന്മാരില്ല. ജനങ്ങളൊക്കെ ഇരുട്ടിൽ തപ്പുകയാണ്. ഗതികെട്ട പ്രേതങ്ങളെ പോലെ അലയുകയാണ്. പരസ്പരം പറയുകയാണ്, അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ അഹമ്മദ് മുജ്തബ എപ്പോഴാണ് വരിക? ഈ ചർച്ച മദീനയിലും നടക്കുന്നു, ഈ ചർച്ച മക്കയിലും നടക്കുന്നുണ്ട്. ഈ ചർച്ച പുരോഹിതന്മാരുടെ പർണശാലയിലും നടക്കുന്നുണ്ട്. ഈ ചർച്ച ഗൃഹാന്തരീക്ഷങ്ങളിലും നടക്കുന്നുണ്ട്. ഈ ചർച്ച തൗറാത്ത് വായിക്കുന്നവർക്കിടയിൽ സുപരിചിതമാണ്. ഈ ചർച്ച ഇഞ്ചീൽ വായിക്കുന്നവർ പരസ്പരം പറയുന്നതാണ്. പക്ഷെ എല്ലാവർക്കും കൃത്യമായി വ്യക്തമായി തെളിഞ്ഞറിയുന്ന പരമസത്യമായ പ്രകാശത്തിന്റെ മേൽ പ്രകാശമായ മുഹമ്മദുർ റസൂലുള്ളാഹ് വന്നപ്പോഴോ ചിലര് പാട്ടുപാടി സ്വീകരിച്ചില്ലേ? പലപ്പോഴും വായിക്കുമ്പോൾ കണ്ണീരിറ്റുന്ന ചില താളുകളുണ്ട്. അങ്ങനെയൊന്നും പ്രണയിക്കാൻ നമുക്ക് കഴിയില്ല. ഒരാളും പ്രണയിച്ചിട്ടില്ല. സ്വഹാബാക്കളുടെ പ്രണയത്തിന്റെ ഓരം മണക്കാൻ പോലും നമുക്ക് തരിമൂക്കില്ല. അവര് അത്ഭുത പ്രതിഭാസങ്ങളാണ്. ഇഷ്കിന്റെ ലോകത്ത് ഇന്ദ്രജാലം പണിതവരാണ് അസ്ഹാബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, അവര് പറയുന്നത് തന്നെ ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്. എന്റെ വാപ്പയും എന്റെ ഉമ്മയും അങ്ങേക്ക് സമർപ്പിതമാണ്, ദണ്ഡമാണ് നബിയേ. അവർക്ക് വാപ്പാന ഓർമ്മയില്ല, അവർക്ക് ഉമ്മാന ഓർമ്മയില്ല, അവർക്ക് കെട്ടിയവളെ ഓർമ്മയില്ല, അവർക്ക് കുട്ടികളെയും ഓർമ്മയില്ല, കച്ചവടം ഓർമ്മയില്ല, അവരുടെ ജീവിതത്തിന്റെ ഉദ്യോഗം ഓർമ്മയില്ല. അവരുടെ ഓർമ്മയിലും വിചാരത്തിലും വികാരത്തിലും മോഹത്തിലും കാമത്തിലും എഴുന്നേറ്റ് നിൽക്കുന്ന വികാര നിർഭരമായ പ്രതീകമേതെന്നറിയുമോ? മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയാണ്. അതുകൊണ്ടല്ലേ സയ്യിദുൽ ഔലിയായി അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അല തഹഖീഖ് അൽ മുലഖബ് ബിൽ അതീഖ് ഖാതിലുസ് സിദ്ദീഖ് അബൂബക്കർ സിദ്ദീഖ്
സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഈ സദസ്സിലേക്ക് അവിടുത്തെ ഓർമ്മ കടന്നു വരട്ടെ, അവിടുത്തെ ശഫാഅത്ത് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷം അന്നദറു ഇലാ വജ്ഹി റസൂലില്ലാഹ്, മുസ്തഫ നബിയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കലാണ്. ഞാനത് മുഴുവനും പറയുന്നില്ല, അത് ഇന്നലെ ഞാൻ എവിടെയോ പ്രസംഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് ഞാൻ അത് ഉദ്ധരിക്കുന്നില്ല. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖാറ് സൗറിൽ അവിടുത്തെ മടിയിൽ മുത്തു മുസ്തഫ കിടക്കുന്ന സമയത്ത് വല്ലാത്ത അവസരമല്ലേ. അല്ലാഹ് എത്ര ഭാഗ്യല്ലേ, എന്ത് പോയാലെന്താ, ആ മുഖൊന്നും മടിക്ക് കിട്ടിയ പോരെ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് കനവിൽ കാണിച്ചു തരട്ടെ, അള്ളാഹു നമ്മുടെ രാവുകൾ ആഘോഷമാക്കി തരട്ടെ. ഹബീബിനെ പറഞ്ഞ് വേർത്ത് പോയിട്ടൊരു കിടക്കല്, ആ ബെഡ്റൂമിന്റെ കിനാവിൽ ഒരു പാൽപുഞ്ചിരി മുഹമ്മദ് മുസ്തഫ. ഇമാമിയങ്ങൾ മുഴുവൻ കണ്ടിട്ടുണ്ട്, താബീങ്ങൾ മുഴുവൻ കണ്ടിട്ടുണ്ട്. ഷാഫി ഇമാമിനെ കാണൽ തന്നെയാണ് പണി. ഗസാലിമാ കിതായത് എഴുതുമ്പോ നമുക്ക് തോന്നുന്നു നേരിട്ട് കണ്ടിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരിട്ട് കണ്ടു എന്ന് പറയാൻ തന്നെ കിതാബ് എഴുതിയ മഹാന്മാരുണ്ട്, നിയമത്ത് പറയാൻ വേണ്ടി. അതൊന്നും മനസ്സിലാവൂല ഇഷ്കിന്റെ വിരോധികൾക്ക്. ഞാൻ അങ്ങോട്ടൊന്നും ഇപ്പോൾ കയറുന്നില്ല. അള്ളാഹു നമുക്ക് കാണിച്ചു തരട്ടെ, ഒന്നാമീൻ പറഞ്ഞേക്കേ, അള്ളാഹു നമുക്ക് കാണിച്ചു തരട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. സുബ്ഹാനല്ലാഹ്. ശ്രദ്ധിക്കുന്നവരുടെ മടിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ആറ് സൗറ് ഞാൻ ആ ചരിത്രം ഉള്ളിൽ കൊണ്ടുവരാം, അതാ സ്റ്റെക്കായത്. അപ്പൊ അള്ളാന്റെ റസൂലിനോട് ശ്രദ്ധിക്കുന്നവർ ആ സമയത്ത് പോയിക്കാണ്, മുത്തുനബിയെ നിങ്ങൾ ആരാന്ന് എനിക്കറിയാം, നിങ്ങൾ അള്ളാന്റെ മുമ്പിൽ ആരാന്ന് എനിക്കറിയാം, പക്ഷേ ഈ പാവപ്പെട്ട സിദ്ദീഖ് ആരാണ് മുത്തുനബിയെ എന്ന് വെച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പൊ അങ്ങോട്ട് കൂട്ടി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, സിദ്ദീഖേ അന റസൂലുള്ളാഹ്, ഞാൻ അള്ളാന്റെ റസൂലാണ്. അന്ത ജനാഹി വ അനീസി വ റഫീഖി യാ അബൂബക്കർ മുഹമ്മദ് മുസ്തഫ. ഇതിന്റെ ചിറകാണ്, എനിക്ക് നേരം പോക്കിനുള്ള ആളാണ്, എന്റെ കൂട്ടുകാരനാണ് അബൂബക്കറെ. നിന്നെ ഇഷ്ടപ്പെട്ടവരൊക്കെ അള്ളാഹു ഏറ്റെടുത്ത് സ്വർഗത്തിലാക്കും അബൂബക്കറെ എന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ, അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതൊരു ലഹരിയാണ്, ഇത് കേവലം അനുകരണല്ല, ഇതൊരു ലഹരിയാണ്. സഅദ് ഇബ്നു റബീ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ നേരെ വരുന്ന അമ്പ് തടുക്കാൻ വേണ്ടി തല കൊണ്ട് ഹെഡ് ചെയ്തു, തലക്കമ്പാണ്ട് തറച്ചു പടഞ്ഞാണ്ട് പോയി. സഅദ് ഇബ്നു റബീ റളിയല്ലാഹു. മുസ്തഫ നബിന്റെ മേനിയിലേക്ക് വരുന്ന ചീറിപ്പാഞ്ഞ് വരുന്ന കൂർത്ത അമ്പ് തലോണ്ടാണ്ട് ഹെഡ് ചെയ്തു, തലമക്കാണ്ട് തുളഞ്ഞു, അപ്പാണ്ട് വീണ് പടഞ്ഞു. ഇതിങ്ങനെ ലൈവായി കാണുകയാണ് മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ റസൂൽ കുറച്ചു പറഞ്ഞു, ആ സഅദിന്റെ ഒന്നും പോയൊക്കെ അവിടെ വീണേ കണ്ടിരുന്നു. സുബ്ഹാനല്ലാഹ്. അവിടെ വീഴുന്നേ കണ്ടിരുന്നു. പോയോക്കുന്ന സയ്യിദ് ഇബ്നു സാബിത്താണ് റളിയല്ലാഹു. പോയോക്കപ്പോ കഴുത്തിന് വെട്ടിയിട്ടിട്ട് രക്തത്തെ കുളിച്ചിട്ട് ഇങ്ങനെ പടഞ്ഞു കിടക്കുകയാണ്. പക്ഷേ സെയ്ദിനെ കണ്ടപ്പോൾ ആദ്യം ചോദിച്ചു, റസൂലുള്ള പറഞ്ഞയച്ചതാ. സുബ്ഹാനല്ലാഹ്. അപ്പൊ സെയ്ദ് ഇബ്നു സാബിത്തിന്റെ അടുത്ത് അള്ളാഹുവിന്റെ റസൂൽ പോണ സമയത്ത് എന്റെ ഒരു സലാം പറയണമെന്ന് പറഞ്ഞിരുന്നു. എപ്പോഴായി പറയണമെന്ന് അറിയാം, അന്ത്യശ്വാസം വലിക്കണ സമയത്ത് മുത്തു മുസ്തഫാന്റെ സലാം പറയണം. അന്ത്യശ്വാസം വലിക്കുന്ന സമയത്ത് സഅദിന്റെ അരികിൽ പോയി സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സഅദേ, അല്ലാഹുവിന്റെ റസൂൽ അങ്ങേക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, മരിക്കുന്ന സമയത്ത് മുസ്തഫാന്റെ ഒരു സലാം കിട്ടിയല്ലോ. ഉടനെ തന്നെ പറഞ്ഞു, എന്താ സയ്യിദങ്ങളി ചെയ്യണേ? അള്ളാന്റെ റസൂലിന്റെ അടുത്ത് നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? കാരണം ഈ വെട്ട് കിട്ടിയിട്ട് കഴുത്തൊടിഞ്ഞിട്ട് രക്തത്തിൽ ഇങ്ങനെ കിടന്ന് പടിയാണ്. അപ്പൊ സയ്യിദ് ഇബ്നു സാബിത്ത് എന്ത് ചെയ്ത്, ഒന്ന് തിരിച്ചിങ്ങോട്ട് കിടത്തി. അപ്പൊ ചൂടാവാണ്, എന്നെ കിടത്തേണ്ട സമയമില്ല, അങ്ങോട്ട് ഓടിന്ന്.
റസൂലുള്ളാഹിനെ യുദ്ധക്കളത്തിൽ ഒറ്റക്കാക്കിയിട്ട് എന്റെ ശരീരം താങ്ങണം, നിങ്ങൾക്ക് അല്ലാഹു തആല പൊരുത്തപ്പെട്ടവരില്ല, എന്റെ ഹബീബിന്റെ അടുത്ത് കണ്ടോട് എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. സെയ്ദ് ശരീരം വിട്ട ഉടനെ കലിമല്ലിട്ട് വഫാത്തായി സഅദ് റളിയല്ലാഹു അൻഹു. ആ മഹാൻ അവിടെ വെച്ച് കാണാൻ തൗഫീഖ് ചെയ്യട്ടെ. കേവലം അനുകരണമാണോ? എന്താ നിങ്ങൾ ഈ പറയണത്? ഇഷ്കുറി ലഹരിയല്ലേ? എല്ലാം മറന്നൊരു പോക്കല്ലേ? അതുകൊണ്ടല്ലേ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ മഹാന്മാരായ അൻസ്വാരികൾ അവരുടെ കച്ചവടം മറക്കുകയാണ്. ഉമ്മമാരെ, നിങ്ങളെപ്പോലത്തൊരു സ്ത്രീയെ ഞാൻ അറിയാതെ ഓർത്തു പോവുകയാണ്. ഈ റബീഉൽ അവ്വൽ വരാൻ പോവുകയാണ്. നാളെ മാസം കാണുമോ അറിയില്ല, അല്ലെങ്കിൽ മറ്റന്നാൾ കാണുമല്ലോ. അതിനു മുമ്പ് തന്നെ 10 ദിവസമായി ഇഷ്കുർ റസൂലിന്റെ പ്രഭാഷണം തുടങ്ങിയിട്ട് ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊന്നും പറയാത്തതാണ് ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ പറയാത്തതാണ് നാളെ പറയാൻ ശ്രമിക്കുക. ഉമ്മമാരെ, ഉമ്മു മഅബദിനെ കേട്ടിട്ടില്ലേ നിങ്ങള്? ഹിജ്റയുടെ യാത്രയിൽ പരിചയപ്പെട്ട ഉമ്മയാണ്. അല്ലാഹുവിന്റെ റസൂലിന് കരിമ്പാറക്കെട്ടുകൾ കയറി പോകുന്ന സമയത്ത് ഒരൽപ്പം ക്ഷീണം വന്നു. ക്ഷീണം വന്ന സമയത്ത് മഹാനരായ സയ്യിദുൽ ഔലിയായി അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല ക്ഷീണിച്ചു എന്ന് കൃത്യമായി സിദ്ദീഖ് എന്നവരോട് പറയാതെ തന്നെ മനസ്സിലായപ്പോൾ ആ കരിമ്പാറക്കെട്ടുകൾക്ക് മുകളിലൂടെ ശത്രുക്കളെ പേടിച്ച് കിതച്ച് ഉയർത്ത് ഓടുന്ന സിദ്ദീഖ് എന്നവര് റസൂലുള്ളാഹിനെ ചുമലിൽ അങ്ങ് ഇരുത്തിയിട്ട് ഓടുകയാണ്. നമുക്കൊക്കെ മക്കളില്ലേ? 2ഉം 3ഉം വയസ്സുള്ള മക്കൾക്ക് പനിയുണ്ടാകുമ്പോൾ, ഹർത്താലോ മറ്റോ ഉള്ള ദിവസമാണെങ്കിൽ ഡോക്ടറെ കാണാൻ നമ്മൾ എത്ര സമയമാണ് ഈ പൊന്നുമോനെ എടുക്കുക? 5 വയസ്സുള്ള കുട്ടിയെ 1 കിലോമീറ്റർ എടുത്ത് നടക്കാൻ കഴിയുന്നവരുണ്ടോ? അത് 10 വയസ്സായാലോ? എന്നാൽ ശ്രദ്ധിക്കുന്നവരുടെ തോളത്ത് മാമലയുടെ മുകളിൽ കരിമ്പാറക്കെട്ടിന്റെ നെറുകയിലായി നടക്കുന്ന സമയത്ത് ഇരിക്കുന്നത് 53കാരനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയാണ്. തോളത്തിരുത്തിയിട്ട് ഓടുകയാണ്. ഉമ്മു മഅബദ് റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടുമുറ്റത്തെത്തുകയാണ്. 2 പേരും ദാഹിച്ച് വലഞ്ഞ അവസ്ഥയിലാണ്. ഉമ്മു മഅബദിന്റെ വീട്ടിൽ കയറിയപ്പോൾ ഉമ്മു മഅബദ് നോക്കിയപ്പോൾ 2 ചെറുപ്പക്കാരെ, കൂടുതൽ പ്രായം തോന്നുന്നില്ല. ഒരാള് കാന്തി മുഖത്തിന്റെ ഉടമയാണ്, പ്രകാശമയമായ കവിളാണ്, തുടിപ്പുള്ള ശരീരമാണ്, ആകാര സൗഷ്ഠവമുള്ളവരാണ്. ഉമ്മു മഅബദ് റളിയല്ലാഹു തആല അൻഹയോട് അബൂബക്കറിന് സിദ്ദീഖ് ചോദിച്ചു, പെങ്ങളെ, ഉമ്മ, നിങ്ങൾ ഞങ്ങൾക്കൊരൽപ്പം പാല് തരുമോ? ഒരാടിനെ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഉമ്മു മഅബദിന്റെ വീട്ടിൽ ഒരാടുണ്ടായിരുന്നു. ഒരാടല്ല, ഒരുപാട് ആടുകൾ ഉണ്ടായിരുന്നു. ആടുകളുമായി ഭർത്താവ് മേക്കാൻ വേണ്ടി പോയതാണ്. ഒരാട് മാത്രം കൂട്ടിൽ ബാക്കിയാണ്. കാരണം ആട് രോഗിണിയാണ്, അതോടുകൂടി വൃദ്ധയാണ്, അതുകൊണ്ട് പാലില്ലാത്ത ആടാണ്. എന്നാൽ പാലില്ലാതെ അകട് ചപ്പിയ വൃദ്ധയായ രോഗിണിയായ, നടക്കാനും ഇരിക്കാനും കിടക്കാനും പ്രയാസപ്പെടുന്ന ആടിനെ നോക്കി അബൂബക്കറിന് സിദ്ദീഖ് ചോദിക്കുകയാണ്, ഉമ്മ, ഈ ആടിന്റെ അകടിൽ നിന്ന് ഞങ്ങളൊന്ന് പാല് കാർന്നെടുക്കട്ടെ. ഞങ്ങളൊന്ന് പാല് ആടിന്റെ അകടിൽ നിന്ന് ഞങ്ങളൊന്ന് പാല് ചുരത്തട്ടെ ഉമ്മ. ആ സമയത്ത് ഉമ്മു മഅബദ് റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ആടിന് പാലില്ല, അതിന് വറ്റിയിട്ട് മാസങ്ങളായിട്ടുണ്ട്. എന്റെ ഭർത്താവ് ഇവിടെയുള്ള ആടുകളെ മുഴുവനും കൊണ്ടുപോയതാണ്. ഇതിനെ കൊണ്ടുപോകാത്തത് അതിന് പ്രായമേറിയത് കൊണ്ടും രോഗം മൂർച്ഛിച്ചത് കൊണ്ടും പാലില്ലാത്തത് കൊണ്ടുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പാല് കവർന്നെടുക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് പാല് അതിന്റെ അകടിൽ നിന്ന് കിട്ടുകയില്ല.
ആ സമയത്ത് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ധൈര്യത്തോടെ പറയുകയാണ്, ഉമ്മാ, പാല് കറക്കാൻ നിങ്ങൾ സമ്മതിക്കുമോ? ഉമ്മു മഅബദ് ഞെട്ടിത്തെറിക്കുകയാണ്. പാല് വറ്റിയിട്ട് രോഗിണിയായി, ബലഹീനയായി, വൃദ്ധയായി, നടക്കാനും മൂടാനും കഴിയാതെ ഒരേ കിടത്തം കിടക്കുന്ന ഈ ആടിന്റെ അകടിൽ നിന്ന് പാല് കിട്ടുമോ? ഉമ്മു മഅബദിനോട് പിന്നെയും ചോദിക്കുകയാണ്, നിങ്ങൾ സമ്മതം തരുമോ? ഉമ്മു മഅബദ് സമ്മതം കൊടുത്തുകൊണ്ട് തുറിച്ചു നോക്കുകയാണ്. ഇനി നടക്കാൻ പോകുന്നത് ലോകമേ കേൾക്കുക, മാലോകരെ ഞെട്ടുക. പിന്നെ നടന്നത് മുബാറക്കായ ശറഫായ കരസ്പർശം കൊണ്ടുള്ള അത്ഭുതമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഈ ആടിനെ തടവിയപ്പോഴേക്ക് അത് സടകുടഞ്ഞെഴുന്നേൽക്കുകയാണ്. അകടിൽ പാല് നിറഞ്ഞൊഴുകുകയാണ്. ഉമ്മു മഅബദിനോട് പാത്രം തരാൻ വേണ്ടി പറയുകയാണ്. അത്യാവശ്യം വലിപ്പമുള്ള പാത്രം കൊടുക്കുകയാണ്. ബിസ്മിയും ചൊല്ലി അല്ലാഹുവിന്റെ റസൂല് പാല് കറക്കുകയാണ്. പാത്രത്തിൽ നിറയെ പാല് തന്നെ. അബൂബക്കറിന് സിദ്ദീഖിനെ കുടിപ്പിക്കുകയാണ്. മുത്ത് മുസ്തഫായും കുടിക്കുകയാണ്. പാലിന്റെ അളവ് കുറഞ്ഞില്ല. അതേപോലെ വീട്ടുകാരിയായ ഉമ്മു മഅബദിനെ ഏൽപ്പിക്കുകയാണ്. അത്ഭുതങ്ങളുടെ അത്ഭുതമേ, പ്രകാശങ്ങളുടെ പ്രകാശമേ, അല്ലാഹുവിന്റെ ഹബീബേ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ഉമ്മു മഅബദ് ഞെട്ടിത്തെറിക്കുകയാണ്. രണ്ടുപേരും പോകുന്ന സ്ഥലത്തേക്ക് കണ്ണ് മാറാതെ നോക്കുകയാണ്, ഇമ വെട്ടാതെ നോക്കുകയാണ്. അപ്പോഴാണ് ആടുകളുമായി ഭർത്താവ് വൈകുന്നേര സമയത്ത് തിരിച്ചു വരികയാണ്. തന്റെ കൂട്ടിൽ മിടുക്കിയായ ഒരാടിനെ കാണുകയാണ്. മിടുക്കിയായ ആടിനെ കണ്ടപ്പോൾ ഉമ്മു മഅബദിനോട് ഭർത്താവ് ചോദിക്കുകയാണ്, നമ്മുടെ വീട്ടിൽ ആരാന്റെ ആടിനെ എന്തിനാണ് കെട്ടിയിട്ടുള്ളത്? കാരണം പോകുന്ന സമയത്ത് കണ്ട ആടിനെയല്ല തിരിച്ചു വരുന്ന സമയത്ത് കാണുന്നത്. പോകുന്ന സമയത്ത് തളർന്നു കിടക്കുന്ന ബലഹീനയായ ആടായിരുന്നെങ്കിൽ വരുന്ന സമയത്ത് പ്രായം തോന്നാത്ത ആരോഗ്യവതിയായ ആടിനെയാണ് കാണുന്നത്. ഉമ്മു മഅബദിന്റെ ഭർത്താവ് ഞെട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചു, ഇത് ആരാന്റെ ആടല്ലേ? ഇത് ആരാണ് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയത്? ഉമ്മു മഅബദ് പറയുകയാണ്, അല്ല മനുഷ്യ, അത് നമ്മുടെ ആടാണ്. എന്താ നീ തമാശ പറയുകയാണോ? കളവ് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ ചതിക്കുക ാണോ? അപ്പോഴാണ് ഉമ്മു മഅബദ് പറഞ്ഞത്, അല്ല, ഇവിടെ ഒരാള് വന്നിരുന്നു, പിന്നാലെ മറ്റൊരാളും ഉണ്ടായിരുന്നു. ആളെ മുഖം നിങ്ങൾക്കറിയണ്ടേ? ആകാശത്തിന്റെ അമ്പിളി പോലും നാണിച്ചു പോകുന്ന പ്രകാശമയമായ മുഖമാണ്. പല്ലെങ്കിലോ നക്ഷത്രങ്ങളെ നാണിപ്പിക്കുന്ന ലങ്കിപ്പൂക്കുന്ന പല്ലുകളാണ്. വടിവത്ത ശരീരമാണ്, വല്ലാതെ നീളമില്ല, എന്നാൽ കുറിയാളുമല്ല, ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമാണ്. അത്ഭുതമാണ്. നമ്മുടെ ആടിനെ തടവിയപ്പോഴേക്ക് ആട് സടകുടഞ്ഞെഴുന്നേറ്റതാണ്. ആ ബറക്കത്താക്കപ്പെട്ട കരം ആടിന്റെ അകടിൽ തടവിയപ്പോൾ ആടിന് പാല് നിറഞ്ഞു വന്നതാണ്. എന്നിട്ട് പാലിന്റെ പാത്രത്തിൽ മുഴുവനും പാലാണ്. മദ്ഹുർ റസൂല് കേട്ടപാടേ ഉമ്മു മഅബദിന്റെ ഭർത്താവ് പറഞ്ഞു, എന്നാൽ നീ ആടിനെയും എടുത്ത് ഇറങ്ങിക്കോ, ഇനി ഇവിടെ ജീവിക്കണ്ട. അത് അന്ത്യപ്രവാചകനാണ്. തൗറാത്തിൽ പറഞ്ഞ അഹ്മദാണ്, ഇഞ്ചീലിൽ പറഞ്ഞ മുഹമ്മദാണ്, സബൂറിൽ പറഞ്ഞ അന്ത്യദൂതരാണ്. പോകുന്നത് മദീനയിലേക്കാണ്. ഉമ്മമാരെ കേൾക്കണേ, കേൾക്കണേ പെങ്ങന്മാരെ. ഉമ്മു മഅബദ് റളിയല്ലാഹു തആല അൻഹായോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവും ഈ പ്രായമായി ചാവാളിയായി അനങ്ങാൻ കഴിയാതെ രോഗിണിയായി കടന്നിരുന്ന ആടുമില്ലേ ഇലാ ഹളറത്തി റസൂലില്ലാഹ്. മുത്ത് മുസ്തഫ അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീട്ടിലാകുമ്പോൾ എന്തെല്ലാം അനുഭവങ്ങളാണ്. അതാ വരുന്നു ഒരു ആടുമായി ഭാര്യയും ഭർത്താവും വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ റൂമിൽ വന്നുകൊണ്ട് പറയുന്നു, നബിയേ,
എന്നെ അറിയില്ലേ നബിയേ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഭർത്താവും ഷഹാദത്ത് മൊഴിഞ്ഞ് ഇസ്ലാമിലേക്ക് വരികയാണ്. സാധാരണഗതിയിൽ ഒരു ആടിന്റെ പ്രായം മാക്സിമം 9 അല്ലേ? 9 വയസ്സിനപ്പുറം ഒരു ആട് ജീവിക്കൂല എന്നാണ് എന്റെ എളിയ അറിവ്. കൂടുതൽ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയല്ല ഉണ്ടാവുള്ളൂ. ഇവിടെ പരിചയമുള്ളവരുണ്ടാവും. ഇത് ലൈവായി പോകണ്ട, അതുകൊണ്ടാണ് തങ്ങളെ ഇപ്പൊ പരിചയമുള്ളവരുണ്ടാ? ഇതാ നിങ്ങൾക്ക് പരിചയമില്ലേ? എല്ലാം അറിയുന്ന ആളല്ലേ? ഞാൻ ഒരു വയസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ ഞാൻ ക്ലിപ്പിടാൻ നിൽക്കണ്ട, അതുകൊണ്ടാണ്. അപ്പൊ ഇനി 10 കൂട്ടുന്നാൽ കൂടി വന്ന ഒരാട് മാക്സിമം 10 വയസ്സ് വരെ ജീവിക്കുള്ളൂ. അതുകൊണ്ടല്ല പൊതുയത്തിന്റെ ആക്കിക്കുന്ന മസല എന്താ പറയണേ? 2 വയസ്സ്. അതിന്റെ നെയ്യാടാണെങ്കിൽ 1 വയസ്സോ 6 മാസത്തിന് ശേഷം മുമ്പല് കൊഴിഞ്ഞു പോയാലോ മതി. എന്താ പിന്നെ 9 കൊല്ലം അങ്ങോട്ട് ജീവിക്കൂല. ആടുകൾ അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ പ്രായമായ സമയത്ത് രോഗിണിയായി കിടക്കുമ്പോഴാ അള്ളാഹുവിന്റെ റസൂലിന്റെ കൈ തട്ടിയത്. എന്നിട്ട് ഈ ആട് പിന്നെ ഞാൻ ചത്തത് എന്ന് പറയില്ല, ആ ആട് മരിച്ചത് ഉമർ ഖത്താബിന്റെ ഭരണകാലത്താണ്. 20 കൊല്ലം കഴിഞ്ഞു. പിന്നെയും 20 കൊല്ലം ആടിനെ ജീവിപ്പിച്ച ഉത്തേജനം എന്താണ്? മിൻ മുഹമ്മദിൻ ഇലാ മുഹമ്മദിൻ മഅ മുഹമ്മദിൻ ബി മുഹമ്മദി ബിനൂരി റസൂലില്ലാഹി അശ്റഖത്തിദ് ദുനാ വഫീ നൂരിഹി കുല്ലു യജീഉ വയദ്ഹബു സ്വലാത്തും വതസ്ലീമു അലൽ മുസ്തഫൽ മുഖ്താർ ഖൈറിൽ ബരിയത്തി. ഞങ്ങൾ ഒരുപാട് സമയം പിടിച്ചിരുത്തില്ല, കാരണം ഇത് താഴെ തന്നെ വലിയ വലിയ ആലിമ്യങ്ങൾ ഇരിക്കുന്നുണ്ട്. ഞാൻ കുറെ പ്രയാസപ്പെട്ടിട്ടാണ് അവിടെ ഇരിക്കുന്നത്, കാരണം ആലിമ്യങ്ങൾ താഴെ ഇരിക്കുന്നുണ്ട്. പിന്നെ മേലെ ഇരിക്കണവരും തിരക്കുള്ളവരും പ്രയാസമുള്ളവരും. പക്ഷെ ഈ സാസിലെ ദ്വാ എനിക്ക് ഭയങ്കര പ്രതീക്ഷ. മദ്ഹ് പറഞ്ഞിട്ട് ദ്വാരന്നിട്ട് അള്ള തട്ടിയ ഒരു അനുഭവം എന്റെ ഹയാത്തിലുണ്ടായി. അപ്പോഴല്ലെങ്കിൽ പിന്നെ ഉണ്ടാവും. എനിക്ക് ഈ മാസം ഒരുപാട് അനുഭവം ഉണ്ട്. ഞാൻ കൂടുതൽ നിങ്ങളോട് പറയില്ല. ചിലതൊക്കെ ഞാൻ എന്റെ കുട്ടികളോട് പറയും. മദഹിന്റെ സാസിലെ സ്വലാത്താണ്ട് ചൊല്ലിട്ട് ദ്വാരുന്നാൽ പിന്നെ കിട്ടുന്ന അത്ഭുതങ്ങൾക്ക് കയ്യും കണക്കില്ല, പരിധിയില്ല. ഈ സദസ്സിൽ ക്യാൻസർ രോഗികളുണ്ട്. എനിക്കറിയുന്ന 4 5 ആളുകൾ ഈ സദസ്സിലുണ്ട്. അള്ളാഹു സലാമത്തായി കൊടുക്കട്ടെ, അള്ളാഹു ഷിഫയായി കൊടുക്കട്ടെ. ഇപ്പൊ ക്യാൻസർ ആണ്, കിഡ്നി പോയി എന്നൊന്നും പറഞ്ഞ് പൊരിയിലിരിക്കുന്ന കാലല്ല. കാരണം ഇപ്പൊ എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ്. ഒരാളും പേടിക്കണ്ട, മുറുക്കെ പിടിച്ചോളി മദ്ഹും സലാത്തും. അതിന്റെ മേലെ മരുന്നില്ല. അള്ളാഹു നമുക്ക് സലാമത്ത് പ്രദാനം ചെയ്യട്ടെ, ഷിഫാ പ്രദാനം ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഇന്നലെയും ഒരു പരിപാടിക്ക് പോയപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്നെ അറിയുമോ? പെട്ടെന്ന് ഓർമ്മ കിട്ടൂലല്ലോ. നിങ്ങളെ വാള് കേട്ട് സ്വലാത്ത് തുടങ്ങിയതാണ്. ഞാനും എന്റെ ഭാര്യയും പിന്നെ സ്വലാത്തിന്റെ ആളുകളാണ്. സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് ഭാര്യക്ക് മാരകമായ രോഗമുണ്ടായിരുന്നു. സ്വലാത്ത് ലക്ഷക്കണക്കിന് ചൊല്ലി. പിന്നെ പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരു മുഴയില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഇതൊരു ഒഴുക്കാണ്, ഇതൊരു പ്രയാണമാണ്, ഇത് പ്രകീർത്തനത്തിന്റെ ഒരു ഈശിലാണ്, ഇത് ഹൃദയത്തിന്റെ സംഗീതമാണ്, ഇത് മസ്തിഷ്കത്തിന്റെ ശക്തിയാണ്. നമ്മൾ വസിക്കുന്നതും ശ്വസിക്കുന്നതും മുത്തു മുസ്തഫാന്റെ അഡ്രസ്സിലാണ്. ലൗലാക ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാഖ്. മോനെ, നീ വെള്ളം കുടിക്കുന്ന സമയത്ത് ഈ വെള്ളം കുടിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം എന്ന് പഠിപ്പിച്ച അധ്യാപകൻ എന്ന മഖാമിൽ മാത്രം കാണല്ലേ മുത്തു മുസ്തഫാന്. നമുക്ക് ഓരോ തുള്ളി വെള്ളവും കിട്ടാൻ അള്ളാഹു വെച്ച കാരണക്കാരനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അത് സ്വഹാബാക്കൾ തിരിച്ചറിഞ്ഞ് ആ ശറഫാക്കപ്പെട്ട മുഖത്ത് നോക്കി പാട്ട് പാടിയവരാണ്. അവരിൽ പലരും കല്യാണം കഴിക്കാൻ മടിച്ചുപോയി. കാരണം കല്യാണം കഴിച്ചാൽ ഭാര്യമാരുടെ കൂടെ കുറെ സമയം നിന്ന് കൊടുക്കണ്ട്. ആ സമയം റസൂലുള്ളാഹിനെ കാണൽ നഷ്ടപ്പെടുകയല്ലേ. ചിലർ രാത്രി പോയി സുബഹി വരെ കാണാത്തതിന്റെ പേരിൽ ഉറക്കമില്ലാതെ മറിഞ്ഞും തിരിഞ്ഞും സുബഹി വരെ ഒപ്പിച്ചവരുണ്ട്. ചിലര് പോയി ഇശാ നിസ്കരിച്ച് വീട്ടിൽ പോയി കിടന്നിട്ട് ഉറക്കം വരാതെ പാട്ടുപാടി കഴിഞ്ഞവരുണ്ട്. ഇത് വിതുമ്പലാണേ. വൈരാഗികൾ നിറഞ്ഞു തുളുമ്പുന്ന കാലത്ത് വിതുമ്പാനല്ലാതെ ഞങ്ങൾക്ക് കഴിയില്ല. അന്യായമായ മുത്തു മുസ്തഫാനെ കൊഞ്ഞനും കുത്തുന്നവരുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ ഹിദായത്തിന്റെ ബോധം നീ നൽകണേ അല്ലാ. എക്സ് മുസ്ലിമീങ്ങളാ പേരിടണം. എക്സ് മുസ്ലിം അപ്പൊ തന്നെ മനസ്സിലായി മുസ്ലിം എന്ന് പറഞ്ഞ അഭിമാനാണെന്ന്. അല്ലെങ്കിൽ എക്സ് മുസ്ലിം എന്ന് പറയും. മോശപ്പെട്ടതിന്റെ അവിടെ എക്സ് ഫിറ്റ് ചെയ്തിട്ട് ആരെങ്കിലും പറയോ? ഇപ്പൊ ഉദാഹരണം, ഒരു MLA ആണെങ്കിൽ പിന്നീട് അദ്ദേഹം സ്ഥാനം കഴിഞ്ഞ എക്സ് MLA എന്ന് പറയും. കാരണം അതൊരു അഭിമാനം. എക്സ് MP എന്ന് പറയും, എക്സ് മന്ത്രി എന്ന് പറയും. ഇതൊക്കെ അഭിമാന. പക്ഷെ ഒരാൾ നേരത്തെ കള്ളനായിരുന്നു, തോപ ചെയ്ത് രാജിവെച്ച പിന്നെ എക്സ് പെരുങ്കള്ളെന്ന് പറയും. ഒരാൾ ആദ്യം കൊലയാളിയായിരുന്നു, ആ കൊലയൊക്കെ നിർത്തിയ ആള് നന്നായി, പിന്നെ ആൾ അഡ്രസ്സിൽ എക്സ് കൊലയാളി എന്ന് പറയും. കാരണം അത് മോശമെന്ന് എല്ലാവർക്കും അറിയാം. ഇവര് മുസ്ലിമിനെ വിടുന്നില്ല. കാരണം അയിമല അപ്പോഴും പശ അടക്കണം, എപ്പോഴും വരുമാനം ഉണ്ടാക്കണം അയിമല. സുബ്ഹാനല്ലാഹ്. ഇതെങ്ങനെ എക്സ് മുസ്ലിം ആവാ? ഇതിന്ന് പോയ മാലിന്യങ്ങളെ പിന്നെ എക്സ് ഇട്ടിട്ട് പറയല. ഞാൻ ഒരു സ്ഥലത്ത് വെച്ച് ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ ടോയ്ലറ്റിന്റെ പോയിന്റ് അവിടെ പോവാ, എന്നിട്ട് പറയാം ഇതിൽ എക്സ് ബിരിയാണി എടുക്കുന്നുണ്ട്, ഇതിലൊക്കെ എക്സ് നെയ്ച്ചോറ് എക്സ് പൊറാട്ട ഉണ്ട് എന്ന് പറഞ്ഞോട്ടെ. ഇതിനേക്കാളും നല്ല അതാ, ഇതിനേക്കാളും നല്ല അതാ. മൂത്രം നോക്കിട്ട് പറയാം അത് എക്സ് ജ്യൂസാന്ന് പറയാം. ഇതിനേക്കാളും നല്ല അതാ. എല്ലായിടത്തും എക്സ് കൂട്ടി പറയാ. ഏതായാലും ഒരു കാര്യം ഞാൻ പറയട്ടെ, അവരുടെ ഷർറിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അവരുടെ ഷർറിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസൊക്കെ ഉദ്ധരിച്ചിട്ടാ റസൂലുള്ളാഹിനെ വിമർശിക്കുന്നത്. അതിൽ തന്നെ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായിക്കൂടെ. ഇമാം ബുഖാരി 7000 ചില്ല ഹദീസ് ഇതിൽ രേഖപ്പെടുത്തിയപ്പോ 14,000 റക്അത്ത് നിസ്കരിച്ച ആളാ. അപ്പൊ ഹദീസിന്റെ അതിന്റെ ഉള്ളടക്കത്തിന്റെ ബഹുമാനം എത്രയാണ്. അപ്പൊ ഇത് എഴുതിയ ഇമാം ബുഖാരി മനസ്സിലാക്കിയത് പോലെയല്ല ഇവർ മനസ്സിലാക്കിയെന്ന് ഉറപ്പായില്ലേ. ഒരു മോശപ്പെട്ട കാര്യം എഴുതാൻ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് കുളിച്ച് വൃത്തിയാവണോ അത് കൊടുക്കണോ? അപ്പൊ ഇത് എഴുതിയ മഹാന്മാർ എഴുതുമ്പോ എന്താണോ മനസ്സിലാക്കിയത് അതല്ല വായിക്കുന്നവർ മനസ്സിലാക്കുന്നത്. നീ അർത്ഥം വെക്കേണ്ട കാര്യമുണ്ടോ? ഞാനതൊന്നും ഉദ്ധരിക്കണില്ല, ഇവിടെ ഒന്നും എടുത്ത് ഉദ്ധരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അറിയാതെ 1-2 കാര്യങ്ങൾ ഉണർത്തിയതാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, കാര്യഗൗരവത്തോടെ പരിഗണിച്ച് ഒറ്റ കാര്യം നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. ആ യാതി ഒരു കാളമൂത്ര പ്രസംഗവും കേൾക്കരുത്. അത് മുഴുവനും നജസിന്റെ മഷിത്തുള്ളികളാണ്. അത് മുഴുവനും മാലിന്യങ്ങളുടെ അക്ഷരങ്ങളാണ്. കേട്ടുപോയാൽ മാരക രോഗം ആത്മാവിന് പിടിപെടും. ആത്മാവ് ശവമായിട്ടുണ്ടാകും. അറിയൽ അന്ത്യശ്വാസം വലിക്കുമ്പോഴാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ദീർഘമായി പറയുന്നില്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു അരമണിക്കൂറിന്റെ ഉള്ളിൽ ദ്വാരന്ന് പിരിയാൻ വേണ്ടി കരുതുകയാണ്. നിങ്ങൾ നല്ല മനസ്സോടുകൂടി മദീനയുടെ പച്ചക്കുബ്ബയെ മനസ്സിൽ ഭാവന ചെയ്ത് ഒരു 3 സ്വലാത്ത് ചൊല്ലുമോ? ഞാൻ ഇഷ്കിന്റെ നടുക്കളത്തിലേക്ക് ഒന്ന് ഇറങ്ങാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവിന്റെ റസൂല് മക്കയിൽ നിന്ന്, ഇത് ആഘോഷമാണ്, ഇത് സ്വീകരണമാണ്, ഇത് ആരവമാണ്, ഇത് തോരണമാണ്. ഫല്യഫ്റഹൂ. അതുകൊണ്ടല്ലേ റബീഉൽ അവൽ മാസത്തിലല്ലേ ഇതിന്റെ മോഡൽ നമുക്ക് കാണിച്ചു തന്നത്, അതോറിറ്റിയല്ലേ കാണിച്ചു തന്നത്, അൻസാരികളല്ലേ. മക്കയിൽ നിന്ന് പുറപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അൻസാരികൾ പാട്ടുപാടിയിട്ട് ദഫും കയ്യിൽ വെച്ച് കാത്തിരിക്കുകയല്ലേ. ചരിത്രം പറയുന്നു, കുറെ അൻസാരികളുടെ കൃഷിത്തോട്ടങ്ങൾ വറ്റിപ്പോയി, പൂന്തോപ്പുകൾ ഉണങ്ങിപ്പോയി.
കാരക്കത്തോപ്പുകൾ ഉണങ്ങിപ്പോയി. കാരണം മക്കയിൽ നിന്ന് മുത്തു മുസ്തഫ മദീനയിലേക്ക് പുറപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പിന്നെ കച്ചവടത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല, കൃഷിത്തോട്ടത്തിലേക്ക് പോയി നോക്കുന്നില്ല, കാരക്ക മരത്തിന് വെള്ളം നനക്കുന്നില്ല. മുഴുവൻ ആളുകളുടെയും പണി മലമുകളിലും മരത്തിന്റെ മുകളിലും കയറിയിരുന്ന് കണ്ണും നട്ട് നോക്കുകയാണ്, വരുന്നുണ്ടോ വരുന്നുണ്ടോ. റബീഉൽ അവ്വൽ 5 കഴിഞ്ഞു. സന്ധ്യാസമയമായാൽ പലരും മലമുകളിൽ നിന്ന് വീട്ടിലേക്കൊന്ന് കുറഞ്ഞ സമയം ഉറങ്ങാൻ വേണ്ടി പോകും. പിന്നീട് പ്രഭാതം പൊട്ടിവിടർന്നാൽ പൂർവാഹനത്തിൽ ഓടിവരും. പിന്നെയും കരിമ്പാറയുടെ മുകളിൽ പാറയുടെ മുകളിൽ കൂടിയിരുന്നു കൊണ്ട് നോക്കുകയാണ്, വരുന്നുണ്ടോ. അതിന്റെ ഓർമ്മയിൽ അതിന്റെ പ്രതീകാത്മകമായ ഭാവത്തിലാണ് റബീഉൽ അവ്വലൊക്കെ ഞാൻ മാസം നോക്കണേ. കാണുന്നുണ്ടോ കാണുന്നുണ്ടോ. ഇത് ഇഷ്കിന്റെ ഒരു രസതന്ത്രമാണ്. അത് അറിയാത്തവൻ അന്നാസു ആദാവുമാ ജഹീലു. അവരോട് മറുപടി പറഞ്ഞിട്ട് നമ്മൾ സമയം നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇഷ്ക് എന്താന്ന് പഠിക്കുക, നിങ്ങൾ മഹബത്ത് എന്താന്ന് പഠിക്കുക, അതിന്റെ മനഃശാസ്ത്രമൊക്കെ ഒന്ന് വായിക്കുക, അത്രേ ഉള്ളൂ. വരുന്നുണ്ടോ വരുന്നുണ്ടോ, കാണുന്നുണ്ടോ കാണുന്നുണ്ടോ. ഇതാണ് മുഹമ്മദ് മുസ്തഫ. കരിമ്പാറക്കെട്ടിന്റെ മുകളിലും മരത്തിന്റെ മുകളിലും കയറിയിട്ട് അവർ നോക്കുകയാണ്, വരുന്നുണ്ടോ. റബീഉൽ അവ്വൽ 8 കഴിഞ്ഞു, 9 കഴിഞ്ഞു, 10 കഴിഞ്ഞു, 11 12 ഏകദേശം ദുഹാ സമയത്ത് പൂർവാഹന വേളയില് അതാ കാണുന്നു 2 പേരെ. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരാള് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കുന്ന ആളാണ് വരുന്നതേ. ഉടനെ തന്നെ മലമുകളിൽ നിന്നും മരത്തിന്റെ മുകളിൽ നിന്നും മോഡലാണ്, വാരിപ്പുണരാനുള്ള വെമ്പലാണ്. കണ്ടപാടെ ചിലർ പാടി അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്. ചിലർ അങ്ങനെയാണ് പാടിയത്. ചിലര് പാടിയതോ നഹ്നു ജീവാ മിൻ ജീവാരിൽ ബാനിൻ നജ്ജാർ, നഹ്നു മിൻ ജീറാനി ബാനിൻ നജ്ജാരി, നഹ്നു മിൻ ജീറാനി ബാനിൻ നജ്ജാരി, യാ ഹബ്ബദാ മുഹമ്മദും മിൻ ജാരി. ചിലര് പാടിയത് അങ്ങനെയാണ്. എന്നാൽ ഭൂരിഭാഗം ആളുകളും ദപ്പെടുത്തുകൊണ്ട് മുട്ടിയിട്ട് പാടിയത് ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാ വജബ ശുക്രു അലൈനാ മദഅ ലില്ലാഹിദാ അയ്യുഹൽ مبعوث فينا جئت بالأمر المطاع أنت شرفت المدينة مرحبا يا خير داع. ഭൂരിഭാഗം ആളുകളും ദഫെടുത്ത് മുട്ടിയിട്ട് പാടിയത് മധുരരാഗ സ്വരസുതയിലൂടെ ഈ പാട്ടാണ്. മക്കയിൽ നിന്ന് ആട്ടും തുപ്പും മർദ്ദന തണ്ടന താടന പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് ഹിജറ വന്നപ്പോൾ ഇവിടെ കിട്ടുന്നത് പാട്ടാണ്, മുട്ടാണ്, പൂക്കളാണ്. അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീട്ടിലെത്തിയപ്പോൾ പിന്നെ സമ്മാനങ്ങളുടെ പ്രവാഹമാണ്. റസൂലുള്ളാഹിക്ക് ചിലർ കൊണ്ടുവന്ന് കൊടുത്തത് തലയണയാണ്, ചിലർ കൊടുത്തത് ചെരുപ്പാണ്, ചിലർ കൊടുത്തത് അവിടത്തേക്ക് കിടക്കാനുള്ള മുണ്ടും വിരിപ്പുമാണ്, ചിലര് കൊടുത്തത് സുഭിക്ഷമായ ഭക്ഷണമാണ്. പലരും വിഭവങ്ങൾ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. അപ്പോഴാണ് ഒരു പെണ്ണൊരുത്തി ചിന്തിക്കുന്നു, ഇനി അള്ളാന്റെ റസൂലിന് കിട്ടാത്ത ചീരണി എന്താണ്, വിഭവങ്ങൾ എന്താണ്, പാരിതോഷികങ്ങൾ എന്താണ്. തലയണ കിട്ടിയിട്ടുണ്ട്, പായ കിട്ടിയിട്ടുണ്ട്, അന്നത്തെ രീതിയിലുള്ള ബെഡ്ഷീറ്റ് കിട്ടിയിട്ടുണ്ട്, റസൂലുള്ളാഹിക്ക് ചെരുപ്പ് കിട്ടിയിട്ടുണ്ട്, ഭക്ഷണം എമ്പാടുമുണ്ട്. അൽഹംദുലില്ലാഹ്. ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ 3 കൊല്ലത്തോളം ശീബ് അബീ ത്വാലിബിന്റെ മലക്കെട്ടിൽ കുടുക്കിയിട്ട പുന്നാര പൂമാന് മദീനയിൽ എത്തിയപ്പോൾ ഭക്ഷണത്തിന്റെ കൂമ്പാരമാണ് അൻസാരികൾ കൂട്ടിയിട്ടത്. ത്വലഅൽ
القادر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. ഇനി എന്താണ് മുത്ത് മുസ്തഫാന്റെ റൂമിലില്ലാത്തത് എന്ന് ഉമ്മു സലീം ചിന്തിക്കുകയാണ്. കൊടുക്കാൻ ഉദ്ദേശിച്ചത് മുഴുവനും റൂമിൽ നിറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഉമ്മമാരെ ഈ ചരിത്രം കേട്ടു പോകുമ്പോൾ നിങ്ങൾ ഒരു തീരുമാനവും കൂടി എടുക്കണോ. ഉമ്മു സലീം റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനെ കാണാനും തൊടാനും പറ്റുന്ന മുലകുടി ബന്ധത്തിലുള്ള അമ്മായിയാണ്. അത് ഇമാം ഖസ്തല്ലാനി റഹിമഹുല്ല രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം ചില വ്യാജ ത്വരീഖത്തുകാർ എല്ലാ അന്യ പെണ്ണിനെയും കയറി പിടിക്കാമെന്നതിന് ഈ ചരിത്രം ഉദ്ധരിക്കാറുണ്ട്. ഇമാമികൾ എഴുതി വെച്ച കിതാബുകളൊക്കെ മുത്താല ചെയ്യണം എന്ന് മാത്രമേ അവരോട് പറയാനുള്ളൂ. ഉമ്മു സലീം റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തിയിട്ടുണ്ട്. കാരണം അന്യ പെണ്ണല്ല. അന്യ പെണ്ണിനെ റസൂലുള്ളാഹിനെ തൊടാൻ റസൂലുള്ള സമ്മതിച്ചിട്ടില്ല. ഇപ്പോൾ യുക്തിവാദികൾ കൊട്ടിഘോഷിച്ച് സോഷ്യൽ മീഡിയയിൽ കൊഞ്ഞനം കുത്തുന്നതൊക്കെ അന്യ പെണ്ണല്ല, റസൂലുള്ള നിക്കാഹ് കഴിച്ച ഭാര്യമാരെ കുറിച്ചാണ്, അല്ലെങ്കിൽ അവിടത്തേക്ക് ഹലാലായ അടിമകളെ കുറിച്ചാണ്. മുത്ത് മുസ്തഫ എങ്ങനെയാണ് അന്യായമായ ഒരു അന്യ പെണ്ണിനെ സ്പർശിക്കുക? ഒരിക്കലുമില്ല. അതിന് ശക്തിയുക്തമായി നിയമങ്ങൾ പാസാക്കി ശിക്ഷ നടപ്പിലാക്കുന്ന ഒരാൾക്ക് അതിന് അനുകൂലമായ ഒരു പ്രവർത്തനത്തിന് കഴിയുമോ? ഒരിക്കലും കഴിയില്ല. ഇത് അങ്ങനെയുള്ള ആളുമല്ല. അമ്പിയാക്കളൊന്നും തെറ്റ് ചെയ്യൂല. അമ്പിയാക്കളിൽ മഹാന്മാരല്ലേ മുർസലീങ്ങളിൽ, അവരിൽ മഹാന്മാരല്ലേ ഉലുൽ അസ്മ്, അവരിൽ മഹാനല്ലേ ഖലഖല്ലാഹു الخلق واختار من الخلق بني آدم واختار من بني آدم العرب واختار من العرب مضر واختار من مضر قريش واختار من قريش بني هاشم واختارني من بني هاشم. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ 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 തെരഞ്ഞെടുക്കപ്പെട്ടവനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമയ്ക്ക് എന്താണ് സമ്മാനം കൊടുക്കേണ്ടത് എന്ന് ഉമ്മു സലീം റളിയല്ലാഹു തആല അൻഹ ചിന്തിക്കുകയാണ്. കാരക്ക കിട്ടിയിട്ടുണ്ട്, പൂക്കൾ കിട്ടിയിട്ടുണ്ട്, ബെഡ്ഷീറ്റ് കിട്ടിയിട്ടുണ്ട്, തലയണ കിട്ടിയിട്ടുണ്ട്, പലഹാരം കിട്ടിയിട്ടുണ്ട്, ശർക്കര കിട്ടിയിട്ടുണ്ട്, ഭക്ഷണം കിട്ടിയിട്ടുണ്ട്. ഉമ്മു സലീം ബീവി പിന്നെയൊന്നും ചിന്തിച്ചില്ല. 10 വയസ്സായ ഒരു കൊച്ചുമോന് മിടുക്കനാണ്, സമർത്ഥനാണ്, സുമുഖനാണ്, പേര് അനസ് എന്നാണ്. ഇതോടുകൂടി മദീനയിലേക്ക് ഈ സദസ്സിനെ മാടി വിളിച്ചുകൊണ്ട് റബ്ബിൽ തവക്കുലാക്കി മുതഅല്ലിം നിങ്ങളോട് വിട പറയുകയാണ്. എങ്ങനെ വിട പറയാനാണ്? ഇഷ്കിന്റെ ഈ ചരിത്ര ഭൂമിയിൽ നിന്ന്, ഈ മഹബത്തിന്റെ മണമുള്ള ഉദ്യാനത്തിൽ നിന്ന് ഈ രാവിൽ തൽക്കാലം വിട പറയുകയാണ്. തുടരാം, പാടാം, കരയാം, ഒരുമിക്കാം. ഈ പ്രണയത്തിന്റെ പ്രാണന്റെ മുമ്പിൽ ഹൃദയമൊന്ന് പൊട്ടണേ ചെറുപ്പക്കാരെ. ഉമ്മു സലീം റളിയല്ലാഹു തആല അൻഹ ചിന്തിക്കുകയാണ്, ഞാൻ എന്താണ് സമ്മാനം കൊടുക്കുന്നത്? അത്തർ കൊടുത്തിട്ട് കാര്യമില്ല, അവിടെ ഉണ്ട്. കാരക്ക കൊടുത്തിട്ട് കാര്യമില്ല, അവിടെയുണ്ട്. എല്ലാം നിറഞ്ഞിട്ടുണ്ട് റൂമില്. കാരണം ആട്ടും തുപ്പും കിട്ടിയിട്ട് ചെരുപ്പ് പോലും നോക്കാതെ ഓടിയതാണ്. മദീനയിൽ വന്നപ്പോൾ അല്ലാഹു സ്വീകരണം കൊടുത്തതാണ്. സുബ്ഹാനല്ലാഹ്. മദീനയിൽ സമ്മാനങ്ങളുടെ പെരുമഴയാണ്. അപ്പോഴാണ് ഉമ്മു സലീം 10കാരനായ തന്റെ മിടുക്കനായ സുമുഖനായ കൊച്ചുമോന്റെ വിരലും പിടിച്ച് ഇലാ ഹളറത്തി റസൂലില്ലാഹ് മുത്ത് മുസ്തഫാന്റെ അരികിൽ വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇത് എന്റെ മകൻ അനസാണ് നബിയേ. കാരക്ക ഇവിടെ ആവശ്യമില്ലല്ലോ, ഭക്ഷണങ്ങൾ ഇവിടത്തേക്ക് ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എന്റെ വക ഞാൻ സമ്മാനമായി നൽകുന്നത് എന്റെ മകനായ അനസിനെയാണ്. യാ റസൂലല്ലാഹ്,
ഈ ചരിത്രത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പഴയകാലത്ത് പള്ളി ദർസുകളിലേക്ക് മുത്തഅല്ലിമീങ്ങളെ പറഞ്ഞു വിട്ടിരുന്ന ഉമ്മമാരുണ്ട്. എന്റെ ഉമ്മ എന്നെ പറഞ്ഞു വിട്ടതും അങ്ങനെയാണ്. കോളേജിൽ നിന്ന് മാഷന്മാര് പറഞ്ഞു, ആ കുട്ടി ഇങ്ങോട്ട് വന്നോട്ടെ. പഠിപ്പിച്ച സാറമാർ മാറി മാറി പറഞ്ഞു, ആ കുട്ടി ഭൗതികമായി പഠിച്ചു ഉയരട്ടെ. പക്ഷെ വാപ്പ പിരിഞ്ഞു നിൽക്കുമ്പോൾ എത്തിമായ എന്നെ ഉമ്മ എന്നെ സമർപ്പിച്ചത് പള്ളി ദർസിലേക്കാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല. ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പെണ്ണുങ്ങളുടെ ഭാഗത്ത് എന്റെ വാത് കേൾക്കാൻ എന്റെ ഉമ്മ ഉണ്ടായിരുന്നു. അള്ളാഹു അവരുടെ ഖബർ സന്തോഷമാക്കി കൊടുക്കട്ടെ. ഉമ്മമാരെ, മക്കളുണ്ടായിട്ട് ഒരു മകനെങ്കിലും മയ്യിത്ത് നിസ്കരിക്കാൻ പാകത്തിൽ വളർത്തിക്കോ. ഖുർആൻ ഓതാൻ കഴിയുന്ന മോനാക്കിക്കോ. ദുനിയാവും ഇസ്സത്തിലാകുമേ, ആഖിറത്തിൽ ശഫാഅത്ത് കിട്ടുമേ. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. ഉമ്മു സലൈം റളിയല്ലാഹു തആല അൻഹാ മുത്ത് മുസ്തഫാന്റെ മുമ്പിൽ തന്റെ പ്രിയപ്പെട്ട പത്തുകാരനായ അനസിനെ സമർപ്പിച്ചുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ഇത് എന്റെ മോന് അനസാണ്. ഇത് അങ്ങേക്ക് സമർപ്പിതമാണ്. ഇത് അങ്ങയുടെ ഖാദിമാണ്. ഇത് അങ്ങേക്ക് ഞാൻ സമ്മാനമായി നൽകുകയാണ് നബിയേ. പടച്ചോനെ, ഇഷ്കിന്റെ ലഹരി അറ്റമില്ലാതെ നീണ്ടു നീണ്ടു പോവില്ലേ. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ അനസിന്റെ വീട്ടിക്ക് വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല രസാല. മുത്താലിമിന്റെ കൂടെ മുത്താലിമിന്റെ വീട്ടിക്ക് ഉസ്താദ് പോവുക. ആ കുട്ടിനെ മൊത്തം കണ്ട് ഏൽപ്പിച്ചല്ല. ആ കുട്ടിനായിട്ട് മുത്തു മുസ്തഫ അനസ് എന്നവരെ വീട്ടിൽ പോയപ്പോ ഉമ്മു സലൈം ബി പറഞ്ഞു, മുത്തുനബിയെ, എന്റെ അനസിന് നിങ്ങൾ ദ്വാരക്കണം കേട്ടോ എന്ന്. അങ്ങനെ മുഴുവനാണ്ട് ഏൽപ്പിച്ചതല്ലേ, അതുകൊണ്ട് എന്റെ അനസിന് നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞു. കുട്ടിനെ കണ്ട് ചേർത്തി പിടിച്ചു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഒരു ദുആയാണ്. ഉമ്മാന്റെ മനസ്സ് അള്ളാഹുവിന്റെ റസൂൽ വായിച്ചു. അത് വെച്ചിട്ടാ ദ്വാരക്കണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാരുന്നു, അല്ലാഹുമ്മ അക്സിർഹു മാലഹു വ അഹ്ലഹു വ അദ്ഖിൽഹുൽ ജന്ന. അല്ലാഹുവേ, ഈ പൊന്നുമോന് കുഞ്ഞനസിന് നീ സന്താനങ്ങളെയും സമ്പത്തിനെയും അധികരിപ്പിക്കണേ അല്ലാഹ്. സ്വർഗത്തിൽ അനസ് മോനെ നീ കടത്തണേ അല്ലാഹ്. എന്തായിരിക്കും ആ റൂമിലുണ്ടായിരുന്ന ആമീന്റെ ഊക്കില് ആരായി ദ്വാരക്കണ്? പടച്ചോനെ, നിങ്ങൾക്ക് കേൾക്കണോ? ദ്വാന്റെ ഉത്തരം കേൾക്കണോ? അനസ് എന്നവർക്ക് 100 കുട്ടികളുണ്ടായിരുന്നു. ദ്വാന്റെ വർക്കത്ത് അനസിന് കുട്ടികളെ കൂടുതൽ കൊടുക്കണേ അല്ലാഹ്. 100 കുട്ടികള്, ഒരൊറ്റൊന്നും പട്ടിണി കിടന്നിട്ടില്ല. കാരണം അതിന്റെ അപ്പുറത്തുമായിരുന്നു വാക്കിത്തിർ മാലഹു, സമ്പത്തും കൊടുക്കണേ എന്ന്. മദീന കണ്ട വലിയ മലയാളിയാണ് അനസ് എന്നവർ. എപ്പോഴും പറയും, എനിക്ക് റസൂലുള്ളാന്റെ 2 ദുആ ദുനിയാവിൽ കിട്ടിയിട്ടുണ്ട്, ഇനി 1 കിട്ടേണ്ടത് അവിടെയാണ്. 3ാമത്തെ ദുആ എന്തായിരുന്നു? വഅദ്ഖിൽഹുൽ ജന്നാന. അതിന് ഞാൻ മരിക്കാൻ കാത്തിക്കുകയാണെന്ന് പറയുമായിരുന്നു അനസ് റളിയല്ലാഹു അൻഹു. പോരാ, കേട്ടോളൂ. അള്ളാഹുവിന്റെ റസൂൽ അനസ് എന്നവർക്ക് ഒരു വടി കൊടുത്തിരുന്നു, ഒരു ഊന്നുവടി, ഒരു പാത്രം കൊടുത്തിരുന്നു, ഒരു പാത്രം. അവിടുത്തെ നഖം കൊടുത്തിരുന്നു. ഇതൊന്നും ബോഡി വേസ്റ്റ് ആണെന്ന് പറയല്ലേ. ഇതും കൂടി ഉൾക്കൊള്ളുമ്പോഴോടോ ഇസ്ലാം പൂർത്തിയാവുള്ളൂ. നീ ബുഖാരിന്റെ സൈഡിൽ കൂടി പോലെ നടുക്ക് വാ, നാളെ മുഹമ്മദ് മുസ്തഫ പൂർത്തിയാവുള്ളൂ. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോ ബോഡി വേസ്റ്റ് എന്നിട്ട് അർപ്പായിട്ട് പോയാ ഈമാൻ ഇല്ലാതാണ്ട് പോവാ തന്നെ. നിങ്ങൾക്കൊരു മോഡിഫൈ ദീനാപ്പ ഉള്ളത്. അയിമല് കുറെ മാനവികത, അയിലുമ കുറെ കാരുണ്യം, അയിമ ഒക്കെ നല്ലതാണ്. പക്ഷെ നടുക്കുളത്ത് കറങ്ങ്, അപ്പൊ ഇതൊക്കെ കാണും. അതൊന്നും ചവച്ച് തുപ്പിയ പിന്നെ ദീനും അതിന്റെ അടിസ്ഥാനം മജ്ജിയും പോവും. പിന്നെ റൂഹ് പോയ ശവം പോലെയാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ സഹീഹ് മുസ്ലിം നോക്ക് കാണാം, ഇമാമിങ്ങളെ കിതാബ് നോക്ക് കാണാം. അവിടുത്തെ മുടി വെട്ടിയിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യാൻ കൊടുത്തില്ലേ? ഇത് നിഷേധിച്ചാൽ പിന്നെ ബുഖാരി മറിച്ചിട്ടും സഹീഹ് മുസ്ലിം മറിച്ചിട്ട് കാര്യമുണ്ടോ? അവിടുത്തെ നഖം കൊടുത്തു അനസ് എന്നവർക്ക്. ഹലോ, അനസ് എന്നവര് മരിക്കണതിന് മറ്റുള്ളവരോട് വസിയത്ത് ചെയ്തു, ആ നഖം എന്റെ നാവിന്റെ അടിയിൽ വെക്കണം, എനിക്ക് അത് നാവിന്റെ അടിയിൽ വെച്ചിട്ട് ഖബർ പോയി കിടക്കാനാണ്. നിനക്ക് അറപ്പ് തോന്നുന്നുണ്ടോ?
എന്നാ ആദ്യം ഈ കിതാബൊക്കെ ഒന്ന് പൂട്ടി വെക്കണം. മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ നാവിന്റെ ഊനിന്റെ സൈഡിൽ ആ നഖം വെക്കണമെന്ന് പറഞ്ഞു. കാരണം അത് വെച്ചിട്ട് പോയി കിടക്കുമ്പോ മുങ്കർ നക്കീർ വന്നിട്ട് മൻ റബ്ബുക്കാന്നാണ്ട് പറഞ്ഞ ഇത് ഉള്ളിലുള്ള വർക്കത്തുകൊണ്ട് തടസ്സമില്ലാതെ പറയാൻ കഴിയും അല്ലാഹു റബ്ബി. അവരെ വിശ്വാസത്തിൽ അതായിരുന്നു മുഹമ്മദ് മുസ്തഫ. നിന്റെ വിശ്വാസത്തിൽ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അനസ് എന്നവർക്ക് ഒരു പാത്രം കൊടുത്തു കേട്ടോ, ബാക്കി കേട്ടോ, ഒരു പാത്രം കൊടുത്തു. അള്ളാഹുവിന്റെ റസൂൽ ഉപയോഗിച്ചിരുന്ന പാത്രം. ഇത് അനസ് എന്ന ഒരു പൊന്നു പോലെ നിധി പോലെ സൂക്ഷിച്ചു. ഞാൻ പറഞ്ഞല്ലോ 100 ചില്ലാ മക്കളായിരുന്നു. അനസ് എന്ന ഒരു വഫാത്തായപ്പോ കുട്ടികളുടെ ആകെ അഭിപ്രായ വ്യത്യാസം. കാരണം എല്ലാവർക്കും പാത്രം കിട്ടണം. അനന്തര സ്വത്ത് ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, ഈ പാത്രം കിട്ടും. ആ പാത്രം മാർക്കറ്റില് വിലയില്ല. മാർക്കറ്റിൽ നിന്നാണ് സാധാരണ മാർക്കറ്റില് സ്വഹാബാക്കളുടെ ഇടയിലല്ലേ ഞാൻ പറയണത്, കേവലം ഒരു പാത്രം. പക്ഷെ എല്ലാവർക്കും ഇത് കിട്ടണം. അവസാനം അവരുടെ ഇടയിൽ പറഞ്ഞു നമ്മൾ ആരും എടുക്കണ്ട, പുറത്തേക്ക് വിൽക്കാന്ന്. ഇഷ്ക് നോക്കിയെങ്കിൽ നമ്മൾ ആർക്കും വേണ്ട, കാരണം ഒരാൾക്ക് കിട്ടിയാൽ മറ്റവർക്ക് സഹിക്കൂല, എന്നാ പുറത്തേക്ക് വിൽക്കാനായി. ബസറക്കാര് 70,000 ദീനാർ കൊടുത്തിട്ടാണ് ഈ പാത്രം വിളിച്ചെടുത്തത്. ഏത് പാത്രം? ആ 70,000 ദിനാർ മാർക്കറ്റ് വിലയല്ല, അത് ഇഷ്കിന്റെ വിലയാണ് മുഹമ്മദ് മുസ്തഫ. അത് മഹബത്തിന്റെ വിലയാണ് മുഹമ്മദ് മുസ്തഫ. തീർന്നില്ല. ഈ ചരിത്രം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മുത്താലിമായി പഠിക്കുന്ന സമയത്ത് ഉസ്താദ് ഹദീസിന്റെ ക്ലാസ്സിൽ വെച്ചുകൊണ്ട് ഈ മുത്താലിമിനോട് പറഞ്ഞു കൊടുത്തു. അപ്പൊ മുത്താലിം കിതാബാണ്ട് പൂട്ടിയിട്ട് നീച്ചു എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ കുറച്ച് ദിവസം എനിക്ക് ലീവ് തരണം. ഇതൊക്കെയാണ് ഞങ്ങൾ പഠിച്ച ലീവ്. കുറച്ച് ദിവസം എനിക്ക് ലീവ് വരണം എന്ന് പറഞ്ഞു. എന്റെ മോനെ, ഉസ്താദ് പറഞ്ഞല്ലോ ബസറയില് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു പാത്രം കൈമാറിയിട്ട് അന്ന് കിട്ടിയിട്ടുണ്ട് എന്ന്. ഞാനൊന്ന് പോയോക്കട്ടെ, എനിക്കൊന്ന് മുത്തിങ്ങാണ്ട് വരാനാണ്. സുബ്ഹാനല്ലാഹ്. പടച്ചോനെ, മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു മൗലായ صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. മുതല്ലിമായ സമയത്ത് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു തന്റെ ഗുരുവര്യരിൽ നിന്ന് ഈ ചരിത്രം കേൾക്കേണ്ട താമസം കിതാബ് പൂട്ടിയിട്ട് ലീവ് ചോദിച്ചിട്ട് ഇറങ്ങുകയാണ്. ഇറങ്ങി ദിവസങ്ങളോളം നടന്നും യാത്ര ചെയ്യുകയാണ്. ഒട്ടകത്തിന്റെ മുകളിൽ കയറിയും പട്ടിണി കിടന്നും പച്ചില് തിന്നും യാത്ര ചെയ്യുകയാണ്. അവസാനം തെരഞ്ഞു പിടിച്ച് അങ്ങനെ ഒരു ഗോത്രത്തെ പരിചയപ്പെട്ട് അങ്ങനെ ഒരു വീട് കണ്ട് ആ വീട്ടിൽ പോയി അല്ലാഹുവിന്റെ റസൂൽ ഉപയോഗിച്ച് കൈമാറി വന്ന പാത്രം കണ്ടപ്പോൾ മുതല്ലിമായ മുഹമ്മദ് ഇസ്മായിലുൽ ബുഖാരി റസൂലുള്ളാഹ് ഉപയോഗിച്ച പാത്രം കൊണ്ട് പൊട്ടി കരയുകയാ. ആ പാത്രത്തിന് തുരുതുരാ ഉമ്മ വെക്കുകയാ. ആ പാത്രത്തിൽ വെള്ളമൊഴിച്ച് കുടിക്കുകയാ. ഇപ്പോൾ മനസ്സിലായോ? ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥം കഴിഞ്ഞാൽ ബഅദ കലാമില്ല. അള്ളാഹിന്റെ കലാമായ ഖുർആൻ കഴിഞ്ഞാൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഖുർആൻ വിരചിതമല്ലല്ലോ, പടച്ചവൻ ഇറക്കിയതാണ്. വിരചിതമായ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും അസഹായത് സ്വഹീഹ് ബുഖാരിയാണ്, സ്വഹീഹ് മുസ്ലിമല്ല, മറ്റുള്ള ഒന്നുമല്ല. അതിന് കാരണം ഇമാം ബുഖാരിയുടെ നെഞ്ചിലുള്ള ഇഷ്കും ഷൗക്കും മഹബത്തും അദബും തന്നെയാ. അല്ലാതെ ബുഖാരിയിൽ കൂടുതൽ ഹദീസ് ഉള്ളത് കൊണ്ട് മാത്രമല്ല. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിനെ വഫാത്തായി മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് അവിടുത്തെ ജനാസ എടുത്തുകൊണ്ട് സമർക്കന്തിൽ മറവ് ചെയ്ത് പിരിയുമ്പോൾ ആ ഗ്രാമവാസികൾക്ക് മുഴുവനോ ഇമാം ബുഖാരിയെ മറവ് ചെയ്യപ്പെട്ട ഖബറിന്റെ മണ്ണിൽ നിന്ന് കസ്തൂരിയുടെ മണമടിച്ചിരുന്നു. ഇമാമിങ്ങൾ എഴുതി വെക്കുന്നു, വല്ലാത്ത മണമല്ലേ, വല്ലാത്ത ചന്തമല്ലേ,
വല്ലാത്ത രസമല്ലേ, വല്ലാത്ത മധുരമല്ലേ, വല്ലാത്ത അനുഭൂതിയല്ലേ, വല്ലാത്ത അഭിനിവേശമല്ലേ, ഹൃദയത്തിന്റെ തുടിപ്പല്ലേ, ചങ്കിലെ ചോരയല്ലേ. ആരെ പറയുമ്പോഴാ പ്രയാസങ്ങൾ പമ്പ കടക്കുന്നത്, ആരെ ഓർമ്മയിലാ ക്ലേശങ്ങൾ മഞ്ഞ് പോലെ ഉരുകുന്നത്, ആരുടെ ചിന്തയിലാ ആന്തരിക ഹെൽത്ത് കിട്ടുന്നത്, ആരെ പറഞ്ഞാലാ പ്രതീക്ഷയുടെ മാടപ്രാവുകൾ പറക്കുന്നത്, ആരുടെ പാട്ടിലാ ഹൃദയം നൃത്തമാടുന്നത്, ആരുടെ ഓർമ്മയിലാ കണ്ണിൽ സുറുമ പോലെ വരുന്നത്, ആരുടെ കാഴ്ചയിലാ കിനാവ് പെരുന്നാളാകുന്നത്, ആരുടെ സദസ്സിലാ ബറക്കത്തിന്റെ പേമാരി പെയ്യുന്നത്, ആരുടെ ഓർമ്മയിലാണ് ഹൃദയങ്ങൾ ആനന്ദ തുന്നിലമാകുന്നത്. യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. നിർത്താൻ പോവുകയാണ്. സലാത്തിന്റെ ലഹരിയിലൂടെ, ഇഷ്കിന്റെ മധുരത്തിലൂടെ, പ്രാർത്ഥനയുടെ പ്രതീക്ഷയിലേക്ക് നമ്മൾ വഴിമാറുമ്പോൾ ഞാൻ കാക്കത്തറയിലെ കാരണവരെയും ഒന്നോർത്തു പോവുകയാണ്. ഇടയിൽ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഒരു വിശിഷ്ട അതിഥി ഉണ്ടായിരുന്നു, മലപ്പുറം ജില്ല RTO മേധാവി നസീർ സാർ. അദ്ദേഹം എനിക്കിപ്പോൾ സന്ദേശം വിട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിനോട് വരണ്ടാന്ന് ഞാൻ പറഞ്ഞു. എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് അദ്ദേഹം മലപ്പുറം ജില്ലയുടെ അധികാര സ്ഥാനത്ത് നിന്ന് കോഴിക്കോട് ജില്ലയിലേക്ക് പെട്ടെന്ന് മാറുകയാണ്. അപ്പൊ അതിന്റെ ഒരു തിരക്കിട്ട പണിയിലുള്ളത്. ഇന്ന് രാവിലെ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കുറച്ച് ലേറ്റ് ആയാലെങ്കിലും വരാം, കാരണം നിങ്ങൾ വിളിച്ചിട്ട് വരാതിരിക്കാൻ എനിക്ക് പറ്റൂല, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് ചവിട്ടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഒരു മനുഷ്യന്റെ പ്രയാസം അറിയുമ്പോൾ നമ്മളങ്ങനെ പറയണല്ലോ. ഒരു പക്ഷെ അദ്ദേഹം എനിക്ക് സന്ദേശം അയച്ചിട്ടുണ്ടാവും, ചെറിയ സമയമുള്ളെങ്കിൽ ഞാൻ വേണമെങ്കിൽ നിങ്ങളെ കേൾപ്പിച്ചു തരാം, ചെറിയ സമയമുള്ളെങ്കിൽ. ഇന്ന് നടക്കുന്ന മദ്ഹ് റസൂൽ പ്രഭാഷണത്തിന് ഞാൻ PA നസീർ RTO മലപ്പുറം വിശിഷ്ടാതിഥിയായിട്ട് ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷം. ഞാനത് വരാമെന്ന് ഏറ്റിരുന്നതാണ്. പക്ഷേ ഇന്ന് എനിക്ക് പാസ്പോർട്ടിൻ്റെ ഹിയറിംഗ് മൂലം ആലുവയിൽ അത് കഴിഞ്ഞപ്പോൾ താമസിച്ചു പോയി. അപ്പോൾ ഞാൻ വീണ്ടും ജലീൽ റഹ്മാനി ഉസ്താദിനെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇനിയിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇനി അങ്ങോട്ട് വരണ്ട, മഴയൊക്കെയല്ല, കനത്ത മഴയായിരുന്നു, മഴയൊക്കെയല്ല. കുറച്ച് സമയമുണ്ട് തോന്നുന്നുണ്ട്, അപ്പോൾ മതിയല്ലോ. ഞാൻ തന്നെ ബ്ലോക്ക് ചെയ്താണ്. അപ്പോൾ ആർക്കെങ്കിലും അതിൽ കുറ്റം വരാണെങ്കിൽ ഇന്ന കുറ്റം പറഞ്ഞോളി, മൂപ്പര് വെറുതെ വിട്ടാൽ കേട്ടോ. അതിനെ ഞങ്ങൾ കേൾപ്പിച്ചു. ആ സാധു നിരപരാധിയാണ്, കുറ്റം മൊത്തം ഞാൻ വഹിച്ചിരിക്കുന്നു, എന്നെ തിന്നുകയാണെങ്കിൽ നിങ്ങൾ ഈബത്ത് പറഞ്ഞോളി, ഞാൻ അഡ്വാൻസ് ആയിട്ട് ആദ്യം പൊരുത്തപ്പെട്ട് തരികയാണ്. എന്നാൽ പിന്നെ കുഴപ്പമില്ല. അതിൻ്റെ പേരിൽ ഞാൻ തന്നെ മുടക്കിയതാണ്. ആ സാധുവിൻ്റെ മേഖല ആരും കയറില്ല. കാരണം ഒരാളെ പ്രയാസം നമ്മൾ, പിന്നെ നിങ്ങളെല്ലാവരും വന്ന് അദ്ദേഹത്തിനെ കാണാനില്ല എന്ന് എനിക്കറിയാം, അത് കേൾക്കാനാണ്. അപ്പൊട്ടത്തൊരു വിഷയമല്ല. അപ്പൊ ഞാനാണ് അതിന്റെ ആള് എന്നുള്ളതാണ് ഞാൻ കേൾപ്പിച്ച്. അല്ലെ ഇപ്പൊ ഞാൻ ആള് വന്നില്ല എന്ന് നിൽക്കാണ്ട് കഴിഞ്ഞാൽ മതി, ഇപ്പൊ ചിലപ്പോൾ അറിയൊന്നുമില്ല. പക്ഷെ ഞാനാണ് ഏറ്റെടുത്തത്, അതുകൊണ്ട് ഞങ്ങളെ കേൾപ്പിച്ചത്. അദ്ദേഹം എപ്പോഴും ഇവിടെ വരുന്ന ആളെ, പള്ളിയിലുണ്ടാവും, എന്റെ റൂമിലുണ്ടാവും, നോമ്പറക്കാനൊക്കെ ഉണ്ടാകുന്ന ആളാണ്, വലിയ ഉദ്യോഗസ്ഥനാണ്. പക്ഷെ എന്തിനാ കേൾപ്പിച്ചെന്നറിയോ? എല്ലാ ദിവസവും 100 സലാത്ത് ചൊല്ലിയിട്ട് ഉറങ്ങുന്ന ആളാണ്. ഏത് യൂണിഫോമിന്റെ ഉള്ളിലുണ്ട് മുഹമ്മദ് മുസ്തഫ. കാക്കിയും തൊപ്പിയും ചില സമയത്ത് അവരുടേതായ ഭാഷയൊക്കെ ഉണ്ടാവും. പക്ഷേ രാത്രി വന്നാൽ റസൂലുള്ളാന്റെ ഓർമ്മയിൽ പലപ്പോഴും കിടക്കുന്ന ആളാണ്. അടുത്ത് മദീനയിൽ പോയി വന്ന ആളാണ്. അപ്പൊ എവിടെയും വിരിയും ഈ പൂവ്, പക്ഷെ മനസ്സ് തുറന്നു കൊടുക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹ് ഏത് ഹൃദയത്തിലും വീഴും. അത് ഏത് യൂണിഫോമിന്റെ ഉള്ളിലും കയറും. ഏതാളെ കിനാവിലും വരുമല്ലോ, അത് മൂല്യരായിക്കൊള്ളണമെന്നില്ല. മഹബത്ത് വെച്ച് കിടന്നുറങ്ങിയാൽ അവന്റെ കിനാവിൽ പുഞ്ചിരിക്കും മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഒരൊറ്റ ആളെയും കൂടി സദസ്സിലേക്ക് കൂട്ടുപിടിക്കുകയാണ്. ഇതൊന്നുമല്ല കേട്ടോ, ഇതൊരു ക്രമീകരണമില്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ തൊള്ള തുറന്നാൽ മുഴുവനും മുഹമ്മദ് മുസ്തഫയാണ്. എല്ലാ വെള്ളിയാഴ്ച ഖുത്ബയും പ്രസംഗവും, എല്ലാ രാത്രി സ്റ്റേജും. റബീഉൽ അവ്വലിന്റെ ഒരു മാസം മുമ്പ് ഞാൻ തുടങ്ങുന്നതാണ്, എന്റെ സ്വഭാവമാണ്. പ്രത്യേകിച്ച് എല്ലാ പ്രസംഗത്തിന്റെയും മജ്ജ ഹബീബരായ തങ്ങളാണ്. പക്ഷെ പിന്നെ റബീഉൽ അവ്വൽ അടുപ്പിച്ച് അതിന് മുമ്പ് തന്നെ തുടങ്ങും. പിന്നെ എനിക്കൊരു നിയ്യത്താണ്, ഇനി ആദരം ചലിപ്പിച്ചാൽ ഹുബ്ബുർ റസൂലിൽ മുസ്തഫ മുഹമ്മദ്. സുബ്ഹാനല്ലാഹ്.
എത്രയാണ് അല്ലാഹു അത്ഭുതകരമായ അവസരങ്ങൾ തരുന്നത്. ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ അറബികളുടെ മജ്ലിസിൽ ക്ഷണം കിട്ടിയിട്ടുണ്ട്. ഒമാനിലെ കേരളീയ ക്ലൈമറ്റുള്ള സലാലയിലെ ആയിരങ്ങൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ ഇഷ്ക് അവതരിപ്പിക്കാൻ ഈ വിനീതന് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. മദീനയിലേക്കും വിളിച്ചിട്ടുണ്ട്. പോകാൻ അല്ലാഹു അവസരം നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഉമ്മമാരെ, തിരിച്ചു പോകുമ്പോൾ വന്നതുപോലെ പോകല്ലേ. ഈ ഹൂറുല്ലീൻ ഓഡിറ്റോറിയത്തിൽ വന്നിട്ട് പുത്തൻതെരുവിലൊന്ന് ഈ മജ്‌ലിസിൽ പങ്കെടുത്ത് തിരിച്ചു പോകുമ്പോ റബീഉൽ അവ്വലായാൽ നിങ്ങളുടെ ഗൃഹാന്തരീക്ഷോ റസൂലുള്ളാഹിന്റെ പ്രകീർത്തനം കൊണ്ട് പ്രകാശമടയട്ടെ. ബറക്കത്തിന്റെ സ്മെല്ല് വരട്ടെ. ഇന്ന ബൈത്തൻ മുഴങ്ങട്ടെ. ഖുർആൻ ആലപിക്കട്ടെ. ഉസ്താദുമാര് കടന്നു വരട്ടെ. ഹബീബിന്റെ പേരിൽ അന്നദാനം കൊടുത്തോ. സ്വലാത്തിന്റെ എണ്ണം കൂട്ടിക്കോ. കല്യാണ മണ്ഡപങ്ങളിൽ ഔറത്ത് മറക്കാതെ കുടുങ്ങുന്ന സമയത്ത് ഇത് കണ്ടു കേട്ട് വേദനിക്കുന്ന നേതാവിനെ മറക്കല്ലേ. നിന്നെ ഇന്ന് തോളിലേറ്റിയ മുഴുവൻ ആളുകൾ നിന്നെ വലിച്ചെറിഞ്ഞുകൊണ്ട് തിരിച്ചു വെക്കുന്ന സമയത്ത് കുടുങ്ങിയാൽ കൂടെ നിന്ന് കൈപിടിക്കാൻ വരുന്ന കുടുംബനാഥൻ അത് നമ്മുടെ വാപ്പയല്ല, ഉമ്മയല്ല, മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് തിരിച്ചറിഞ്ഞ സ്വഹാബാക്കൾ എല്ലാം മറന്ന് മുത്ത് മുസ്തഫാനെ പ്രണയിച്ചു. എന്നെ കേൾക്കുന്ന പെങ്ങളെ, മുടി മറക്കാതെ മാറ് മറക്കാതെ നീ പുറത്തിറങ്ങല്ലേ. ബസ്സിൽ കയറുന്ന സമയത്ത് നിന്റെ കാലിന്റെ തണ്ടം ഭാഗം കാണുന്നത് ശ്രദ്ധിക്കണേ. മൊബൈലുമായി നടക്കുന്ന പൂവൻ കോഴികളായ ചെറുപ്പക്കാര് മറക്കല്ലേ. അവർക്കുള്ള പെടക്കോഴികളായി നിങ്ങൾ മാറല്ലേ. കള്ളും കഞ്ചാവും തന്ന് റാഞ്ചാൻ പറന്നു നടക്കുന്ന കടുംബന്മാരെ വിസ്മരിക്കല്ലേ. ഇന്നലെയും തിരൂരെടുത്ത് കള്ളു കുടിച്ചുകൊണ്ട് അടിപിടി കൂടിയ ബീഭത്സക അന്തരീക്ഷം സൃഷ്ടിച്ച ചെറുപ്പക്കാരെ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ. എനിക്ക് ബഹുമാന്യനായ മമ്മൂട്ടിയാക്ക് അയച്ചു തന്നിട്ടാണ് ഞാൻ കണ്ടത്. അദ്ദേഹം സുഖമില്ലാതെ കിടക്കുകയാണ്. അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ഉമ്മമാരെ, മക്കളെ ശ്രദ്ധിച്ചോ. MDMA കാലമാണ്, യുദ്ധത്തിന്റെ കാലമാണ്, പരിഹാസത്തിന്റെ കാലമാണ്, ചാടിപ്പോക്കിന്റെ കാലമാണ്. ഫാത്തിമ കുമാരന്റെ കൂടെ കഴിയുന്ന കാലമാണ്. ലക്ഷ്മി ശംസുദ്ദീന്റെ കൂടെ കഴിയുന്ന കാലമാണ്. മറിയം ജോസഫിന്റെ കൂടെ കഴിയുന്ന കാലമാണ്. മേരിയം അബ്ദുൽ അസീസിന്റെ കൂടെ കഴിയുന്ന കാലമാണ്. കാലം വിചിത്രമാണ്. രംഗപ്രവേശനം ചെയ്യുന്ന വാർത്തകളൊക്കെ ഹൃദയം ഞെടുങ്ങുന്നതാണ്. കുടുംബത്തിന്റെ കുളം തോണ്ടുന്ന കാലമാണ്. ഗാനമേള കൊണ്ട് കല്യാണങ്ങളെ ദുഷിപ്പിക്കല്ല പെങ്ങള്. അവിടെ അള്ളാന്റെ ലാനത്തിറങ്ങും എന്ന് നിങ്ങളുടെ പണത്തിന്റെ കൊഴുപ്പ് കൊണ്ട് റബ്ബിന്റെ ദീന് വലിച്ചെറിഞ്ഞുകൊണ്ട് ഓഡിറ്റോറിയങ്ങൾ മലീമസമാക്കിയാൽ ഓരോ ഓഫീസിലും കൃത്യമായി അഡ്വാൻസ് ഡോസ് ഇവിടെ നിന്നും പരലോകത്തു നിന്നും അതിന്റെ അദാബിന്റെ ബാക്കി പത്രം കിട്ടുന്നതാണ്. പണം അല്ലാഹു നൽകിയതാണെന്ന് മറക്കല്ലോ. മുതലാളിമാരെ, കല്യാണങ്ങളെ മലീമസമാക്കല്ലേ. ഞാൻ ഒരാളെയും കൂടി സദസ്സിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അത് കാക്കത്തറയിലെ കാരണവരാണ്. മഹാനരായ നികുതി നിഷേധ പ്രസ്ഥാനത്തിന്റെ ചുക്കാൻ പിടിച്ച ആശിഖുർ റസൂൽ ഉമർ ഖാലി റഹിമഹുല്ലാഹ്. അവരുടെ കണ്ണിനീര് നൈൽ നദിയെ നാണിപ്പിക്കുമാരൊഴുകിയ സ്ഥലമല്ലേ മദീന. മദീനയിൽ നിന്ന് വന്നവരെ സദസ്സിലുണ്ട്. മദീനയിലേക്ക് പോവാൻ കൊതിക്കുന്നവരും ഈ സദസ്സിലുണ്ട്. മദീന വിശ്വാസിയുടെ നിത്യഹരിതമാണേ. അല്ലാ, ഞങ്ങളെ മദീനയിൽ എത്തേണ്ടതുപോലെ നീ ഒന്ന് എത്തിക്കണേ അല്ലാ.
എന്തോ ഒരു രസമാണ് ആ വിരിയുന്ന കൊടകൾക്കിടയിലൂടെ പച്ചക്കുപ്പ കണ്ടേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ഇമാം നവവി റഹിമഹുല്ലാഹ് ഇലാഹിൽ രേഖപ്പെടുത്തുന്നു, അവിടെ എത്തിയാൽ പിന്നെ ഗൈബത്തിന്റെ സീഗ വേണ്ട, ഖിതാബിന്റെ സീഗ മതി. നേരെ മുമ്പിലുള്ളത് അല്ലാഹുവിന്റെ റസൂലാണ്. അതുകൊണ്ട് പലരും അവിടെ പോയി കരയുകയാണ്. എന്നാണ് ഈ കരച്ചിൽ തുടങ്ങിയത്? വഫാത്തായ അന്നു മുതൽ തുടങ്ങിയ കരച്ചിലാണ്. മുത്ത് മുസ്തഫ വഫാത്തായി കിടക്കുന്ന സമയത്ത് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അത് അല്ലാഹുവിന്റെ ഒരു നിയോഗമാണ്. ആ സമയത്താണ് അവിടെ ഇല്ലാത്തത്, മറ്റ് സമയങ്ങളിലൊക്കെയുണ്ട്. ഒരുപക്ഷേ റസൂലുള്ളാഹിന്റെ റൂഹ് പിരിയുന്നത് ലൈവായി കാണാൻ സിദ്ദീഖിന് കഴിയില്ല എന്നായേക്കാ. അതുകൊണ്ട് ആ സമയത്ത് വേണ്ട എന്ന് റബ്ബ് വെച്ചതാകാ. എന്നാൽ അറിഞ്ഞ ഉടനെ നിറകണ്ണുകളോട് തന്റെ പ്രിയപ്പെട്ട മോളായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കണ്ണുനീര് കവിളുത്തടങ്ങളിലൂടെ ചാലിട്ടൊഴുകിയിട്ട് കടന്നു വരികയാണ്. എല്ലാ റസൂലുള്ളാഹിന്റെ മുമ്പിൽ സമർപ്പിച്ച അബൂബക്കറിന് സിദ്ദീഖ് റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട മിണ്ടാതെ കിടക്കുന്ന മുഖം കണ്ട് സിദ്ദീഖിന്റെ നെഞ്ച് പൊട്ടുകയാണ്. കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണുനീര് ഉറ്റി ഉറ്റി വീഴുകയാണ്. സ്വഹാബാക്കളൊക്കെ താളം തെറ്റിയ സമയമാണ്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സമനില തെറ്റിയ സമയമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ നാവ് ഇറങ്ങിപ്പോയ സമയമാണ്. അലി ഇബ്നു അബീ ത്വാലിബ് എന്താണെന്ന് അന്താളിപ്പിൽ നിൽക്കുകയാണ്. എങ്ങോട്ടും നോക്കാതെ, ആരോടും മിണ്ടാതെ മോളെ വീട്ടിലേക്ക് വാപ്പയാകുന്ന അബൂബക്കർ സിദ്ദീഖ് നേതാവിന്റെ ചലനമറ്റ് കിടക്കുന്ന ശരീരം നോക്കി കൊച്ചുകുട്ടിയെ പോലെ വാവിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ ഉദ്കുർനാ ഇൻദ റബ്ബിക യാ റസൂലല്ലാഹ്. വഫാത്തായി പോയരെ വിളിച്ചാൽ അവൻ സ്വാമിയാന്ന് പറയുന്ന താടി നീണ്ട പടുവൃദ്ധന്മാരായ ജാഹിലീങ്ങളുണ്ട്. വഫാത്തായി പോയവരെ വിളിക്കുന്ന സ്ഥലങ്ങൾ പള്ളിയല്ല അമ്പലമാണ് എന്ന് തട്ടിവിടുന്ന ഏറ്റവും വലിയ ജഹാലത്തിന്റെ ഗോപുരങ്ങളുണ്ട്. അവര് സൃഷ്ടിക്കുന്ന ഷർറുകളിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ കേട്ടോ മൗലവി, ഇത് ഇമാം ഗസാലിക്ക് സക്രാത്തുൽ മൗത്തി വ ശിദ്ദത്തു എന്നൊരു ഗ്രന്ഥമുണ്ട്. മറിച്ചു നോക്ക്, വഫാത്തായി കിടക്കുന്ന മുത്തു മുസ്തഫാന്റെ മുമ്പിൽ അബൂബക്കറിന് സിദ്ദീഖ് പറയുകയാണ്, ഉദ്കുർനാ ഇൻദ റബ്ബിക യാ റസൂലല്ലാഹ്. അങ്ങയുടെ റബ്ബിന്റെ മുമ്പിൽ ഞങ്ങളെ ഒന്ന് ഓർക്കണേ നബിയേ. വഫാത്തായി കിടക്കുന്ന മുത്ത് മുസ്തഫായോടാണ് പറയുന്നത്. സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാന് പോയോ? എന്താ നിങ്ങൾ ആളുകളോട് ഈ കൂവി വിളിച്ചു പറയുന്നത്? എന്താ നിങ്ങൾ ഉള്ളാക്കിട്ട് തലയുമാട്ടി പറയുന്നത്? ഇതിനാണോ മൗലവിമാരെ നിങ്ങൾ മുമ്പിൽ മൈക്ക് വെക്കുന്നത്? അല്ലാഹു നിങ്ങളെ ശർറിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. ഇതാ ഞങ്ങളെ നേതാവ് വഫാത്തായി കിടക്കുന്ന മുത്ത് മുസ്തഫായോട് പറയുകയാണ്, ഉദ്കുർനാ ഇൻദ റബ്ബിക യാ മുഹമ്മദി. അല്ലാഹുവിന്റെ അരികിൽ ഞങ്ങളെ കാര്യമൊന്ന് ഓർക്കണേ നബിയേ. പോരാ, വഫാത്തായി കിടക്കുന്ന മുസ്തഫ നബിയുടെ ശറഫാക്കപ്പെട്ട മുഖം സിദ്ദീഖുൽ അക്ബർ മുത്തിയിട്ട് കരയുകയാണ്. പിന്നെയും പറയുകയാണ്, തിബ്ത ഹയ്യം വ മയ്യിതൻ യാ റസൂലല്ലാഹ്, മാ അത്യബക ഹയ്യം വ മയ്യിതൻ യാ റസൂലല്ലാഹ്. അങ്ങ് ജീവിച്ചിരിക്കുമ്പോഴും സുഗന്ധമാണല്ലോ നബിയേ, അങ്ങ് വഫാത്തായപ്പോഴും സുഗന്ധമാണല്ലോ
സുഗന്ധമാണല്ലോ നബിയേ. അങ്ങ് ഇത്ര വലിയ സുഗന്ധമാക്കിയത് എന്താണ് നബിയേ? അത്ഭുതം കൂറി ശ്രദ്ധിക്കുന്നവർ വഫാത്തായി കിടക്കുന്ന തങ്ങളുടെ മദ്ഹ് പറയുകയാണ്. ശ്രദ്ധിക്കുന്നവർക്ക് വെറും അനുകരണമല്ല, അനുരാഗത്തിന്റെ തീജ്വാലയാണ്, അനുരാഗത്തിന്റെ അഗ്നിയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് ഉമറുൽ ഫാറൂഖിനും അങ്ങനെയാണ്, അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അങ്ങനെയാണ്, അത് അലിയാർക്കും അങ്ങനെയാണ്, അത് അൽ അസറത്തുൽ മുബശ്ശറക്ക് അങ്ങനെയാണ്, അത് മുഹാജിരീങ്ങൾക്ക് മുഴുവനും അങ്ങനെയാണ്, അത് അൻസാരികൾക്ക് മുഴുവനും അങ്ങനെയാണ്. പിന്നാലെ വന്ന താബീങ്ങൾക്കും താബീങ്ങളുടെ പ്രസിഡന്റായ വൈസുൽ ഖറനീ, ചരിത്രം ഞാൻ പറയുന്നില്ല, ഹബീബിന്റെ ഓർമ്മയിലായി വായിലുള്ള പല്ലുകൾ മൊത്തം കുത്തിപ്പൊട്ടിച്ച മഹാനല്ലേ വൈസുൽ ഖറനീ റളിയല്ലാഹു തആല അൻഹു. സുബ്ഹാനല്ലാഹ്. പിന്നാലെ വന്ന മുഴുവൻ ഇമാമിങ്ങളും ഈ പേരിന്റെ മുമ്പിൽ ശരീരത്തിന്റെ കളർ മാറിയവരല്ലേ? പോരാ പോരാ, സ്വഹാബാക്കൾ മുഹമ്മദ് എന്ന് കേൾക്കാൻ ശക്തിയുള്ളവരല്ല. ഇമാമിങ്ങൾ കാല മുഹമ്മദ് എന്ന് പറയാറില്ല. മാലിക് ഇമാം കാല റസൂലുള്ളാഹി എന്ന് പോലും പറയാതെ കാല സ്വാഹിബു ഹാദൽ ഖബർ എന്നാണ് പലപ്പോഴും പറയാറുള്ളത്. കാരണം അത് ഇഷ്കിന്റെ ആധിക്യം കൊണ്ടുള്ള ലഹരിയിലെ പ്രസ്താവനകളാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു ലഹരിയാണ്, മധുരമാണ്, അനുമോദനമാണ്, അഭിനന്ദനമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു ആഘോഷത്തിന്റെ പ്രകടനമാണ്, നന്ദി പ്രകാശനമാണ്, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പ്രാരംഭമാണ്, പ്രകാശ പ്രളയമാണ്. അൽ ഹസൻ തുമ്മൽ ഹുസൈൻ ലിന്നബി റൈഹാനത്തൈൻ ഫാത്തിമ ഖുറത്തു ഐൻ ജദ്ദുഹും സല്ലു അലൈഹി ഫാത്തിമ ഖുറത്തു ഐൻ ജദ്ദുഹും സല്ലു അലൈഹി. അല്ലാഹ് 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദ്വാർക്കാൻ പോവുകയാണ്. മൊബൈലൊക്കെ എല്ലാവരും സൈലന്റ് ആക്കണം. അറിയാതെ മയങ്ങിയവരുണ്ടെങ്കിൽ ഒന്ന് കണ്ണു തുറക്കണം, കൽബും തുറക്കണോ. അല്ലാഹുവേ, ഞങ്ങളെ ഈ സദസ്സിനെ കബൂലാക്കണേ അല്ലാ. ഇത് കരയാനുള്ള ഭാഗമാണേ, ഇത് കണ്ണീര് ഉറ്റുന്ന പേരാണേ. മദീന ഹരിതമാണ്, മദീന പ്രകാശമാണ്, മദീന ഹൃദയത്തിന്റെ ശമനിയാണ്, മദീന മോഹമാണ്, മദീന കാമമാണ്. നമ്മുടെ കേരളത്തിലും ആളുകളുള്ള മദീനയെ പ്രണയിച്ചവര് പകലന്തിയോളം ബ്രിട്ടീഷ് കോമര വിഭാഗത്തിനെതിരെ പേന കൊണ്ടും ആരോഗ്യം കൊണ്ടും പടപൊരുതിയിട്ട് നികുതി നിഷേധ പ്രസ്ഥാനമുണ്ടാക്കി അതിന്റെ അമരത്തിരുന്ന ഒരു കാക്കത്തറയിലെ കാരണവരില്ല, പേരറിയില്ലേ? ഉമറുൽ ഖാദി റഹിമഹുല്ലാഹ് ലഹൽ ഹിലാലു ലുല്ലാമിഉൽ അലമീ ലില്ലാഹി ദാഇൻ റസൂലുള്ളാഹി ലില്ലുമമീ മൗലായ. അവര് പുള്ളിയില്ലാതെ മുത്ത മുസ്തഫാനെ പ്രകീർത്തിച്ച ബൈത്തുകളാണ്. അപ്പൊ പുള്ളിയോടുകൂടി പ്രകീർത്തിക്കാൻ തോന്നി, അപ്പൊ പുള്ളിയോടെ പ്രകീർത്തിച്ചു. പിന്നെ പുള്ളിയില്ലാതെയും പുള്ളി കൊണ്ടും പ്രകീർത്തിക്കാൻ തോന്നി, അപ്പൊ സ്വല്ലലിലാഹു ഉണ്ടാക്കി. സ്വല്ലലിലാഹു അലബ്നി അബ്ദില്ലാഹി ദി ഖുലുഖിൻ ബിനസ്സില്ലാഹി കാന അളീമാ ഫല്ലൻ ഗലീലൻ ലം യകുൻ ബല്ലൈനാ ബർററഹുഫൽ മുഅ്മിനീന റഹീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ.
ഉമർ ഖാദി മദീനയിൽ പോയത് ഉമർ ഖാദി കാക്കത്തറയിലെ വീട്ടിന്റെ കൊലായിൽ നിന്ന് കവിത എഴുതിയിട്ടല്ല, കവിതയുടെ വാക്കുകൾ ചിന്തിച്ചിട്ടല്ല. ഉമർ ഖാദി മദീനയിൽ പോയത് ഇഷ്ക് കൊണ്ട് താങ്ങാൻ കഴിയാത്ത കൽബ് വിങ്ങിപ്പൊട്ടിയിട്ട് കണ്ണുനീര് കൊണ്ട് വ്യാഖ്യാനം കുറിക്കുന്ന സമയത്ത് വെളിയങ്കോട് നിന്നിട്ട് നിപ്പില്ലാത്ത ഖാദിയാർ മദീനയിലേക്ക് പോവുകയാണ്. ബ്രിട്ടീഷുകാരോട് പടവെട്ടുന്ന പോരാളിയായിട്ടല്ല, യോദ്ധാവായിട്ടല്ല, അശ്വഭടനായിട്ടല്ല, ഒരുപാട് മഹല്ലുകളുടെ ഖാദിയാരെന്ന ഗർവ് കൊണ്ടല്ല പോകുന്നത്. മദീനയില്ല കോന്തലയിലൊന്ന് തൂങ്ങാൻ മദീനയിലെത്തിയപ്പോൾ വെളിയങ്കോട്ട ഖാദിയാരല്ല, മദീനയിലെത്തിയപ്പോൾ കവിയല്ല, ഫത്വ കൊടുക്കുന്ന ആളല്ല, ഒരു പണ്ഡിതനല്ല, ചെറിയ കുട്ടിയെ പോലെ പതുങ്ങി പതുങ്ങി നടന്നിട്ട് റൗളയുടെ അരികിലെത്തിയപ്പോൾ ഖാദിയാരെ കൽബങ്ങ് കത്തുകയാ, കണ്ണങ്ങ് നിറയുകയാ, ഖാദിയാരെ ബോധം പോകുന്നത് പോലെ. ഇത് ജിത്തു ത്വയ്ബത റൗമ സൗറത്തി ഖബ്രിഹി فهناك كنت أشم ريا نسره أغميت مدهوشا لهيبة قدره حبا وإن كنت المسيء أثيما صلوا عليه وسلموا تسليما. കസ്തൂരിയാം പൂമേനി മണ്ണിൽ വന്നു ഞാൻ, കനകാമണിയാം പരിമള നുകർന്നു ഞാൻ, മുത്തിൻ പവിത്രത ഓർമ്മയിൽ വീതുമ്പിനാൻ, മഹബത്തിലായി താളർന്നു ബോധം കെട്ടു ഞാൻ. സല്ലു അലൈഹി വസല്ലിമോ തസ്ലീമാ. ഖാദിയാരെ കാലുകൾ വറക്കുകയാ, ഖാദിയാരെ മുട്ടുകൾ തമ്മിൽ ഇടിക്കുകയാണ്, ഖാദിയാരെ നെഞ്ച് തപിക്കുകയാണ്. ഉമർ ഖാദിയുടെ കണ്ണിന്റെ കുഴിയിൽ നിന്ന് അതാ തുളുമ്പി വരുന്ന കണ്ണുനീര് കവിൾത്തടങ്ങളിലൂടെ അവിടുത്തെ ജുബ്ബയിലേക്ക് ഊറ്റി ഊറ്റി വീഴുകയാണ്. തുടച്ചിട്ടും തുടച്ചിട്ടും മാറുന്നില്ല, അതും കവിതയിൽ ഉൾപ്പെടുത്തുകയാണ്. ما جف دم سال من عينيني لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما. നബിയേ, അങ്ങയുടെ ഉമ്മറപ്പടയിൽ തപിക്കുന്ന കൽബുമായി ഫക്കീറായി അങ്ങയുടെ ഔദാര്യം യാചിച്ച് വന്ന പാവപ്പെട്ട ഉമറാണ് നബിയേ. എത്ര തുടച്ചിട്ടും കണ്ണുനീര് വറ്റുന്നില്ല നബിയേ. ഇത് അങ്ങയോടുള്ള ഹുബ്ബ് കൊണ്ടാണ് തങ്ങളെ. യാ അക്രമൽ ഖുറമ അലാ അഅതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും യർജുൽ അതാഅ അലൽ ബുകാഇ ബിബാബികും വദ്ദംഉ മിൻ നൈനൈഹി സാല സജീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഓ എന്റെ ചെറുപ്പക്കാരെ, ഉമർ ഖാദിയുടെ ചുടുബാഷ്പം വീണ മദീനയിൽ അവിടത്തോടുള്ള പ്രണയം കൊണ്ട് കണ്ണിൽ നിന്ന് നമുക്ക് വന്ന് ബാഷ്പം ഇറങ്ങണ്ടേ? മദീനയിൽ പോവാൻ നിങ്ങളൊക്കെ തീരുമാനിച്ചോ? നമ്മുടെ കച്ചവടമോ ഉദ്യോഗമോ തിരക്കോ മദീനയിലേക്കുള്ള പോക്കിന് തടസ്സമാകല്ലേ? നമുക്ക് വേണ്ടി കരഞ്ഞ റസൂലുള്ളാഹി, നമുക്ക് വേണ്ടി ഉറക്കൊഴിച്ച റസൂലുള്ളാഹി, നമ്മെ ഓർത്ത് അതാ ഭക്ഷണം കഴിക്കാത്ത റസൂലുള്ളാഹി,
വഫാത്തിന്റെ സമയത്ത് നമ്മെ അന്വേഷിച്ച് ജിബ്രീലിന്റെ മുമ്പിൽ മല്ലി ഉമ്മത്തി ബഅദീ മല്ലി ഉമ്മത്തി ബഅദീ എന്ന് നമ്മളെ ഓർത്ത് ജിബ്രീലിന്റെ മുമ്പിൽ കെഞ്ചിയ കരഞ്ഞ റസൂലുള്ളാഹി. ഉമ്മമാരെ ആരെ മറന്നാലും മുത്ത് മുസ്തഫാനെ മറക്കല്ലേ, ചെറുപ്പക്കാരെ മറക്കല്ലേ. ഹബീബിന്റെ ഓർമ്മയിലായി അവിടുത്തെ വ്യക്തിത്വത്തിൽ ജീവിതം സമർപ്പിച്ചുകൊണ്ട് ജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ. ഇങ്ങനെ പോകും, അതുകൊണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. ഇത് ബ്രേക്ക് ഇടുന്നില്ല, ഇതിന് വഖഫില്ല, ഇതിന് വഖഫില്ല. ഇങ്ങനെ പറയും, ബാക്കി നാളെ പറയും, മറ്റന്നാൾ പറയും, ഇങ്ങനെ പറയും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിർത്താൻ പറ്റൂല, മതില് കെട്ടാൻ പറ്റൂല, ചിറ കെട്ടിയിട്ട് നിർത്താൻ പറ്റൂല. മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് ഞാൻ നിർത്തിയെന്ന് ഞാൻ പറയണില്ല, നിർത്തിയെന്ന് പറയാൻ പറ്റൂല. ഇൻഷാ അല്ലാഹ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയം കൊണ്ട് നന്നായി പറയാനും ഹൃദയം കൊണ്ട് വാരിപ്പുണരാനും നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പടച്ചോനെ, മദ്ഹിന് വേണ്ടി ആയുസ് കൂട്ടിത്തരണേ അല്ലാഹ്. അള്ളാഹുവെ, വേറെ ലക്ഷ്യമൊന്നുമില്ല. പാവങ്ങളാണ്, പാപികളാണ്, രോഗികളാണ്. ഞങ്ങൾ ഇതിന് നിന്റെ മുമ്പിൽ വെക്കുകയാണ്. വല്ല വീഴ്ചകളും വന്നെങ്കിൽ ഞാനൊരു ആലിമല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്താലിമാണ്. അത് എൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്, അതിന് എനിക്ക് മാപ്പ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഹബീബിനെ പ്രകീർത്തിച്ച ഓരോ അക്ഷരങ്ങളും നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മദ്ഹിന്റെ അക്ഷരങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് നീ ആത്മാവിന്റെ വിശപ്പടക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, സദസ്സിൽ ഒരുപാട് പ്രയാസങ്ങൾ പേറിയിരിക്കുന്നവരുണ്ട്, ഭാര്യമാരാൽ പ്രയാസപ്പെടുന്നവരുണ്ട്. രോഗങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഉമ്മമാരുടെ രോഗം പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് പ്രേരിപ്പിച്ചവരുണ്ട്, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. സ്റ്റേജിലും താഴെയും രോഗികളുണ്ട്, സലാമത്തിന്റെ ബാബ് തുറന്നു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ കിഡ്നിക്കോ മറ്റ് ആന്തരികമായ അവയവങ്ങൾക്കോ കേടുപാട് തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ, മാരക രോഗത്തിൽ തളർത്തല്ലേ അല്ലാഹ്, മാരണങ്ങളിൽ പെടുത്തല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ കയ്യിലൊന്നുമില്ല, ഞങ്ങൾക്ക് ആരോടും എതിർപ്പുമില്ല. എന്നാൽ ഞങ്ങൾ ഹക്ക് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങളൊന്ന് കിടന്നു കിട്ടാൻ ആരെങ്കിലും മറഞ്ഞോ അല്ലാതെയോ പണിയെടുക്കുന്നുവെങ്കിൽ അല്ലാഹ് അവരെ നീ നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. ഇല്ലെങ്കിൽ അവരെ ശർറിൽ നിന്ന് ഞങ്ങളെ തലമുറയെ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. ബിന്നബിയിൽ മുസ്തഫ അല്ലാഹുവേ, പലിശയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്, സിനിമയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്, സെക്സിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്, ലഹരിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ഈ പരിപാടി തന്നെയും മറ്റുള്ള മഹല്ലുകൾക്ക് മാതൃകയാകുമാറ് ഇവിടെ കമ്മിറ്റി തീരുമാനിച്ച കമ്മിറ്റി തന്നെ പ്രവർത്തനത്തിന്റെ ഗോതയിലേക്ക് ഇറങ്ങി അവർക്ക് താങ്ങും തണലുമായി മുന്നണി പോരാളികളായുള്ളത് പണ്ഡിതന്മാരും അവരെ അനുസരിക്കുന്ന ഒരു പിടി ചെറുപ്പക്കാരുമാണ് അല്ലാഹ്. ഈ മുന്നേറ്റവും ഈ ഐക്യവും ഈ മഹല്ലിൽ നിലനിർത്തണേ അല്ലാഹ്. മദ്രസയിലുള്ളവരുണ്ട്, പള്ളിയിലുള്ളവരുണ്ട്, ആലിമീങ്ങളുണ്ട്. അവരൊന്നും പേരിന് വേണ്ടി പണിയെടുത്തവരോ അതാ അവരൊന്നും ദുനിയാവിനെ ആഗ്രഹിച്ചുകൊണ്ട് ഓടി നടന്നവരോ അല്ല. ഇവിടുത്തെ കമ്മിറ്റിയും അങ്ങനെയല്ല, ചെറുപ്പക്കാരും അങ്ങനെയല്ല. അല്ലാഹുവേ, ഞാൻ പ്രസംഗിച്ചതും അതിനല്ല നിനക്കറിയാം അല്ലാഹ്. അതുകൊണ്ട് ഈ രാവിലെ ഈ സംഗമം നാളെ സ്വർഗീയ സംഗമത്തിനുള്ള സബബായി എളിയവരായ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മാലിലും ഞങ്ങളെ അഹലിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ആയുസ്സിലും സമ്പത്തിലും സന്താനങ്ങളിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ആവശ്യങ്ങളൊക്കെ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. ആരാന്റെ മുമ്പിൽ വാച്ചാനിക്കേണ്ട ഗതികേട് നൽകല്ല അല്ലാഹ്. പദ്ധതികളൊക്കെ വിജയിപ്പിക്കണേ അല്ലാഹ്.
കടങ്ങളൊക്കെ വീട്ടണേ അല്ലാ, രോഗങ്ങളൊക്കെ മാറ്റണേ അല്ലാ. ഞങ്ങളെ ഉസ്താദുമാരുണ്ട്. എനിക്ക് എന്റെ ഉസ്താദായ ശൈഖുന മുഹമ്മദ് വാക്കവി അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. മമ്മിക്കുട്ടി ഹസ്രത്ത് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. തഅലീഫിലും തദ്രീസിലും ഒക്കെ ബർക്കത്ത് നൽകണേ അല്ലാ. ഇവിടെയുള്ള ഉസ്താദുമാരുടെ ഉസ്താദുമാര് അവർക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്, ഇവിടെ പറഞ്ഞവർക്ക് ഖബർ സന്തോഷം ആക്കി കൊടുക്കണേ അല്ലാ. കാട്ടിലെ തങ്ങൾക്ക് ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. ഇവിടെയുള്ള മഹാന്മാർക്ക് ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. തങ്ങന്മാര്, അവരുടെ ഭാര്യമാര്, കുടുംബക്കാർക്ക് വഫാത്തായി പോയവർക്ക് ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ നോക്കി പോറ്റി വളർത്തിയ, തീറ്റിപ്പോറ്റി വളർത്തി ഉയർത്തിയ, ഞങ്ങൾക്ക് ഇൽമ പഠിക്കാൻ എല്ലാം പറഞ്ഞുകൊണ്ട് താങ്ങും തണലുമായ മാതാപിതാക്കൾ ഖബറിലാണ്. അവരുടെ ഖബറുകൾ നീ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ഖബറിൽ കിടക്കുമ്പോ ഞങ്ങളെ ഓർത്ത് ഇഖ്ലാസോടെ ദ്വാരക്കുന്ന മക്കളെ തരണേ അല്ലാ. ശിഷ്യന്മാരെ തരണേ അല്ലാ. നിന്നെ ഭയപ്പെടുന്ന തഖവയുള്ള ശിഷ്യരുടെ മക്കളുടെ കൈകളാ ഖബറിലേക്ക് ഇറക്കണേ അല്ലാ. അല്ലാഹുവേ എല്ലാ ശർറുകളിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാ കുടുക്കിൽ നിന്നും മോചിതരാക്കണേ അല്ലാ. എല്ലാ രോഗങ്ങളിൽ നിന്നും സലാമത്താക്കണേ അല്ലാ. ദഅവത്തോ മദഹോ ആശ തീർന്നിട്ടില്ല. പ്രായമോ ചെറിയ ചെറിയ രോഗങ്ങളോ മദ്ഹിന് തടസ്സമാക്കല്ല അല്ലാ. അവസാനമുള്ള ആഗ്രഹം നിനക്കറിയാം, അത് മദീനയാണ്. അതിന്റെ പേരിൽ ആര് പരിഹസിച്ചാലും പ്രശ്നമില്ല. അല്ലാഹുവേ ആര് പരിഹസിച്ചാലും പ്രശ്നമില്ല. മദീനയിൽ മദ്ഹ് പറഞ്ഞ് മദദ് കിട്ടിയ രാത്രിയില് ഹബീബിന്റെ ക്ഷണം സ്വീകരിച്ച് സ്വർഗം കണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ കാലങ്ങളേറെ മദ്ഹും സലാത്തുമായി പാടിപ്പറഞ്ഞ് പാറിപ്പറക്കാൻ വാതിലുകൾ തുറന്നു തരണേ അല്ലാ. ഇവിടെ വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്, സയ്യിദന്മാരുണ്ട്. അവർക്കും നേതൃത്വത്തിലും ദഅവത്തിലും ഖിദ്മത്തിലും ബർക്കത്ത് നൽകണേ അല്ലാ. ചെറുപ്പക്കാർ ഓടി നടന്നവരാണ്, കഴുത്തിൽ മാലയിട്ടവരും മാലയിടാത്തവരും. ഇത് കല്യാണത്തിന് വേണ്ടിയല്ല, റസൂലുള്ളാഹിക്ക് വേണ്ടിയാണ്. ആ മക്കൾക്കൊക്കെയും നീ അർശിന്റെ നിഴല് കൊടുക്കണേ അല്ലാ. ഈ മുതഅല്ലിമിനെ നിന്റെ പേരിൽ സ്നേഹിച്ചിട്ട് ഹബീബിന്റെ മദ്ഹ് കേൾക്കാൻ ദൂരെ നിന്ന് വന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, പ്രായമുള്ളവരുണ്ട്, അതിൽ ആലിമീങ്ങൾ തന്നെയുണ്ട്. പേര് പറയുന്നില്ല. ഞാൻ കഴിഞ്ഞ 18 വർഷം ഖിദ്മത്ത് ചെയ്ത മഹല്ലിൽ നിന്ന് ധാരാളം ആളുകൾ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. അവർക്കും അല്ലാത്തവർക്കും ഞങ്ങൾക്കൊക്കെയും ബർക്കത്ത് നൽകണേ അല്ലാ. കച്ചവടക്കാർക്ക് പുരോഗമനം നൽകണേ അല്ലാ. അല്ലാഹുവേ തെറ്റുകളുടെ ഹിമാലയം കുന്നുകൂട്ടിയവരാണ്. ഒന്നും ഞങ്ങൾ മാറ്റിവെക്കുന്നില്ല, മറച്ചു വെക്കുന്നില്ല. മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ആഖിറസമാനിൽ ജീവിക്കുന്ന ചപ്പ് ചവറുകളാണ്. അത് നിനക്കറിയാം. വിവരമോ കുറവാണ്, അമലോ ബലഹീനമാണ്, ജഹാലത്തിന്റെ പർവ്വതത്തിന്റെ മുകളിലാണ്. തെറ്റുകളുടെ ഹിമാലയം പണിതവരാണ്. എല്ലാം അർഹമുർ റഹീമീനായ നീ, ഗഫാറായ നീ പുറത്തു തന്നാൽ പോരാ, സയ്യാത്ത് ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാ. റഹ്മാനായ റബ്ബേ, വിളിച്ചപ്പോഴേക്ക് വന്ന സദസ്യരാണ്. ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. ഞങ്ങൾക്കല്ല, ഇതിന് പകരമായി ഹബീബിന്റെ ജിവാറിൽ ഒരു ഇരിപ്പിടം നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ആ കാണാത്ത മുഖം നീ കാണിച്ചു തരണേ അല്ലാ. ആ കേൾക്കാത്ത ശബ്ദം നീ കേൾപ്പിച്ചു തരണേ അല്ലാ.
നാളെ മഹ്ശർ വൻസഭയിൽ അവിടത്തെ കാണുമ്പോൾ ഹബീബായ നബിയേ, എന്നെ അറിയില്ലേ, ഞങ്ങളറിയില്ലേ, ഞങ്ങൾ ആഖിർ ജീവിക്കുമ്പോൾ റബീഉൽ അവ്വൽ അങ്ങ് വന്നാൽ മദ്ഹിന് വേണ്ടി പ്രത്യേക പാട്ടും പ്രത്യേക വാൾ പോസ്റ്റും ബോർഡും ഒക്കെയായി ഇറങ്ങിത്തിരിച്ച് ഞങ്ങൾ ചെയ്തിരുന്നത് അങ്ങയുടെ പ്രകീർത്തനമാണ്. അത് തന്നെയും ആഖിർ സമാനിലാണ്, അത് തന്നെയും വെല്ലുവിളിയുടെയും കൊഞ്ഞനത്തിന്റെയും ഇടയിലാണ് എന്ന് പറയുമ്പോൾ സ്വലാത്തിന്റെ മദ്ഹിന്റെ ബറക്കത്ത് കൊണ്ട് ഹബീബിന്റെ തൃക്കരം പിടിച്ച് സ്വർഗത്തിൽ പോകുന്നവരിൽ ഈ പാവങ്ങളായ അടിയങ്ങളെ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഖൈബാക്കല്ല അല്ലാഹ്.